Good evening. I hope you can hear me. Yes. Okay. ചേട്ടത്തി പറ. ഹലോ. ആ ചേട്ടത്തി അമ്മയുടെ ഈ plan for today is to today we will be looking at Arnold, Matthew Arnold as a critic. That is what we'll be doing most of the time. Then we'll just take a glimpse at Oscar Wilde and the importance of being earnest. The importance of being earnest, you are going to study on your own. I'll tell you how you'll be doing that. But I'll give you an introduction to the play today. So let's first look at Matthew Arnold. I hope you can see the presentation here. Matthew Arnold. Let me mute my phone. Right. So the other day we looked at the poem Dover Beach, and we discussed a bit about Matthew Arnold. Today we are going to look at another aspect of Matthew Arnold, which goes along with Dover Beach, which is Matthew Arnold as a man with, what shall we say, very singular ideas about how society should function, what is noble in life, etc. He was also a critic. We discussed that in the last class, that Matthew Arnold, though he wrote many poems, he was also a critic. He wrote social criticism and also literary criticism. സർ കേൾക്കാൻ പറ്റുന്നില്ല. Yeah, somebody has muted me. അതാണ്. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഇത്രയും നാളായിട്ട് ആൾക്കാർക്ക് മ്യൂട്ട് ചെയ്ത് തന്നെ വരാനുള്ള ശീലം ആയിട്ടില്ല. അതാണ് പ്രശ്നം. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ സാറ് പഠിപ്പിച്ചപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിന് മുമ്പ് I had shared a video. നിങ്ങൾ ഓർക്കേണ്ടത്, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ പഠനത്തിന്റെ ഭാഗമാണ് വളരെയധികം. അത് ഒരുപക്ഷെ മുൻപൊക്കെ അത് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലായിരുന്നില്ലെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ചും ഒരു ലോക്ക്ഡൗണിന്റെ പശ്ചാത്തലത്തിൽ അത് കുറച്ചുകൂടെ മനസ്സിലാവും വരും. കാരണം ഞാൻ ആ വ്യത്യാസം പണ്ടും കീപ്പ് ചെയ്യാത്ത ഒരാളാണ്. ഈ ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ച് പരമാവധി ഇഫക്റ്റീവ് ആക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോൾ അത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി വന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു വീഡിയോ കാണണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കാണണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ പഠനത്തിൻ്റെ ഭാഗവുമാണ്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസവും. So there was a video I had shared by Jayakumar sir introducing theory. അതിനുശേഷം ഇന്നലെ നമ്മൾ രാജേന്ദ്രൻ സാറിൻ്റെ ക്ലാസ്സും ഉണ്ടായി. അപ്പോൾ ഒരു മുഖവുര അതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയാൻ സമയമില്ലെങ്കിലും ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ സാഹിത്യം പഠിക്കുമ്പോൾ there is appreciation of literature. That is there. നമുക്ക് പൊതുവെ പരിചയമുള്ളത് അപ്രീസിയേഷനാണ്.
പഴയ പല അധ്യാപകരും പഠിപ്പിച്ചതിനെ കുറിച്ചൊക്കെ നമ്മുടെ മുതിർന്ന ആൾക്കാർ പറയാറുള്ളത് ആ അപ്രീസിയേഷൻ്റെ ഒരു ആംഗിളിലാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു ഹൗ ദ ടീച്ചർ വുഡ് ക്രിയേറ്റ് മാജിക് ഇൻ ദ ക്ലാസ്. ഷേക്സ്പിയർ പഠിപ്പിക്കുമ്പോൾ ഷേക്സ്പിയറിൻ്റെ കഥാപാത്രങ്ങൾ ജീവനിട്ട് വരുന്നത് പോലെ തോന്നിയിരുന്നു എന്നൊക്കെ പറയും. അത് ഒരു ആസ്പെക്റ്റാണ്, സാഹിത്യം പഠനത്തിൻ്റെ ഒരു ആസ്പെക്റ്റ് ആസ്വാദനമാണ്. അത് പല രീതിയിൽ വരും. നമ്മൾ നിരന്തരം ചെയ്യുന്ന ഒരു കാര്യമാണ് ആസ്വാദനം. മലയാളം, ഇംഗ്ലീഷ് അറിയാവുന്ന പലതരത്തിലുള്ള കവിതകളെയും കഥകളെയും നാടകങ്ങളെയൊക്കെ നമ്മൾ ആസ്വാദന രൂപത്തിൽ ചെയ്യും. അപ്പോൾ അതാണ് അപ്രീസിയേഷൻ. വാട്ട് ഈസ് ക്രിറ്റിസിസം? ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ വിമർശനം എന്നാണ് നമുക്ക് അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും. വിമർശനം എന്ന് വെച്ചാൽ കുറ്റം കണ്ടുപിടിക്കൽ എന്നാണ് നമുക്ക് അത് മനസ്സിലാകുന്നത്. പക്ഷേ വാസ്തവത്തിൽ വിമർശനം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും കുറ്റം കണ്ടുപിടിക്കൽ അല്ല. ആ കവിതയുടെ അകത്തുള്ള വിവിധ ആസ്പെക്ട്സിനെയൊക്കെ പുറത്തു കൊണ്ടുവരുന്ന, അതിൻ്റെ ആസ്വാദനത്തെ കൂടുതൽ ഭദ്രമാക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സോ ക്രിറ്റിസിസം ഗോസ് എ ലെവൽ ബിയോണ്ട് അപ്രീസിയേഷൻ and it makes it brings out many other aspects of the poem, like the metrical pattern of the poem. എന്തുകൊണ്ടാണ് അത് ആസ്വാദ്യമാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു പഠനമാണ് ശരിക്കും ഈ സാഹിത്യ വിമർശനം എന്ന് പറയുന്നത്. why are we able to appreciate it? Why is a particular poem so appealing? അതിനകത്ത് എന്താണ് അതിനകത്തുള്ള ആസ്പെക്ട്? അത് വെറുതെ നമ്മൾ ഒരു ട്രെയിനിങ് ഇല്ലാത്ത ആൾ അത് വളരെ ജീവിതഗന്ധിയാണ് എന്നൊക്കെ പറയും. പക്ഷേ ഒരു ക്രിട്ടിക് മൈറ്റ് ബി ഏബിൾ ടു ടെൽ യു ഹൗ ദാറ്റ് പെർട്ടിക്കുലർ പോയം ഓർ വർക്ക് ഹാസ് സച്ച് ആൻ അപ്പീൽ ടു യു. അത് നമ്മുടെ എന്താണ് സൈക്കോളജിക്കലായിട്ടൊക്കെ ഉള്ള ഒരുപാട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് നൽകാൻ പറ്റും. അതൊരു ഒരു ആസ്പെക്റ്റാണ് ഇൻ്റർപ്രിറ്റിംഗ് ദി അപ്രീസിയേഷൻ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു ധർമ്മം സാഹിത്യ പഠനത്തിനകത്തുണ്ട്. ഇപ്പോൾ സാഹിത്യ പഠനം എന്നുള്ളത് കൂടുതലും കൾച്ചറൽ സ്റ്റഡീസ് ആയിത്തീരുന്ന കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ടോക്ക് വെച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇറ്റ് ഗോസ് ബിയോണ്ട് ലിറ്ററേച്ചർ ആൻഡ് ലിറ്റററി സ്റ്റഡീസ്. ഇപ്പം നമ്മൾ എക്കാലത്തും നോക്കിയാൽ വളരെ പ്രാചീന കാലം മുതൽ മനുഷ്യൻ ചില കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിലെ പല കാര്യങ്ങളും മനുഷ്യർക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. They did not know why people died young, why there was illness, why there was suffering, why people fell in love, why a mother would sacrifice herself for the son. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ 1000 മാനുഷികമായിട്ടുള്ള വ്യാപാരങ്ങൾക്ക് ഒരു വ്യാഖ്യാനമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഈശ്വരനെ കുറിച്ച്, ഈ വലിയ പ്രകൃതിയുടെ പല വലിയ ശക്തിയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം, അത്തരത്തിലുള്ള എല്ലാ ചിന്തകളും എക്കാലത്തും ഉണ്ടായിരുന്നു. അതൊരു നിരന്തരമായ ഒരു ക്വസ്റ്റ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. എല്ലാ സമൂഹങ്ങളിലും ഈ സത്യം തേടി പോകുന്ന ഒരാളെ നമുക്ക് കാണാം. യു സോ ഗൗതമ ബുദ്ധ ഗോയിങ് അവേ, ലീവിങ് ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ, ലുക്കിംഗ് ഫോർ ട്രൂത്ത്. നമ്മൾ ജൈനമതം സ്ഥാപിച്ച ആൾ ചെയ്ത കാര്യം അറിയാം. ഇതുപോലെ എത്രയോ പ്രവാചകരും എത്രയോ സന്യാസി വൈദ്യന്മാരും ഒക്കെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് പോയതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓരോരുത്തരും ഓരോ തരത്തിലൊക്കെ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അറിയാൻ പറ്റും. ദി ഇറ്റേണൽ ക്വസ്റ്റ് ഫോർ ട്രൂത്ത് ഓർ ദി അൾട്ടിമേറ്റ് ട്രൂത്ത്, അതാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇൻ ഓൾ ദീസ് അറ്റംപ്റ്റ്സ് ബൈ ബുദ്ധ ഓർ എനി സേജ്. അങ്ങനെ കൺഫ്യൂഷ്യാനിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ബുദ്ധിസം എന്നൊക്കെ പറഞ്ഞൊരു ഒരുപാട് മതങ്ങളുണ്ടായി. എല്ലാ ജനങ്ങളും അവരുടേതായ സ്തുതികളും കീർത്തനങ്ങളും ഒക്കെ രചിച്ചു. ഇതെല്ലാം സാഹിത്യത്തിൻ്റെ ഉറവിടവുമാണ് താനും. ഈ ദൈവത്തെ തേടിയുള്ള, സത്യം തേടിയുള്ള, യാഥാർത്ഥ്യത്തെ തേടിയുള്ള പ്രയാണം എന്ന് പറയുന്നത് ദാറ്റ് ലെഡ് ടു എ ലോട്ട് ഓഫ് ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ഇൻ നോട്ട് ഓൺലി ഇൻ റൈറ്റിംഗ് ബട്ട് ഓൾസോ ഇൻ ദ ഫോം ഓഫ് സ്കൾപ്ചേഴ്സ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പല ശില്പങ്ങളും ഈ പറഞ്ഞ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. ഈശ്വരനെ തേടിയുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ശില്പങ്ങൾ തന്നെ എന്തുമാത്രം നമുക്ക് കാണാൻ പറ്റും ലോകമെമ്പാടും. വലിയ വലിയ പള്ളികൾ, വലിയ ക്ഷേത്രങ്ങൾ, വലിയ ക്ഷേത്ര സമുച്ചയങ്ങൾ, ഇതെല്ലാം people have built up using their immense imagination and artistic skill, impelled by the quest for God or impelled by a kind of attempt to understand what is that power. അപ്പം അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ആ ഒരു അറ്റംപ്റ്റ്, ഇപ്പം ഇത് നമ്മൾ സാഹിത്യം ആസ്വാദനം, സാഹിത്യ വിമർശനം, അതിനതീതമായിട്ട് നിൽക്കുന്ന ഒരു പ്രയാണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ യൂറോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുമ്പോൾ ബൈ 20th century, ബൈ 19th century,
ഇതൊരു പ്രത്യേക ഒരു ഘട്ടത്തിലെത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. Because so far, in all the quests, there was a belief, there were two things. One was the belief that there was an ultimate truth. നിരന്തരമായ ഒരിക്കലും അചഞ്ചലമായിട്ടുള്ള ചില സത്യങ്ങൾ ഉണ്ട്, ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ചില സത്യങ്ങളുണ്ട്. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്, അതിനെ ഒന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. അപ്പോൾ there was a whole, പൂർണ്ണത എന്നൊരു സാധനം ഉണ്ട് എന്നുള്ള ശക്തമായ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. But by the end, the second half of 19th century, particularly in Europe, this was seriously shaking. ഈ ഒരു വിശ്വാസം, ഒരു എന്താണ് നൈരന്തര്യം, അല്ലെങ്കിൽ ഒരു പെർമനൻസ്, അല്ലെങ്കിൽ ഒരു ഹോൾ, WHOL, പൂർണ്ണത എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ ആൾക്കാർക്ക് ആ വിശ്വാസം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയിക്കാൻ തുടങ്ങി. All the beliefs which they had so far began to shake. അപ്പോൾ ആ ഒരു quest for truth എന്ന് പറയുന്ന പ്രക്രിയയുടെ ഒരു ഘട്ടമാണ് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നതും. അവിടെയാണ് the other day I told you that many forces came together. Studies in economics, which led to Marxism. Studies in psychology by Freud and others. Studies in philosophy by so many people. English philosophy, then you have Immanuel Kant, you had Nietzsche, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ എഴുത്തുകളും, ഗോഥെ, ഷില്ലർ തുടങ്ങിയ ആൾക്കാരുടെ സാഹിത്യ സൃഷ്ടികളും. All these things cumulatively shook the existing system. നിലവിലുള്ള വളരെ കംപ്ലേസൻ്റ് ആയിട്ടുള്ള പൂർണ്ണത എന്ന ഒരു ഫുൾ പിക്ചർ എന്നുള്ളൊരു ആശയം ഷെയ്ക്കനാകുക ബൈ ദ 19th century. അങ്ങനെയാണെങ്കിൽ അപ്പം നിലവിലുള്ള ഒരുപാട് ബിംബങ്ങളെല്ലാം ഇങ്ങനെ തകർന്നു പോയി. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് മാത്യു ആർണൾഡ് എഴുതുന്നത്. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ അവിടെ ആ ആശയക്കുഴപ്പവും കൺഫ്യൂഷനും ഒക്കെ അനുഭവിക്കുന്ന ഒരു ആളാണ് മാത്യു ആർണൾഡ് എന്ന് പറയുന്ന എഴുത്തുകാരൻ. ദാറ്റ് ഇസ് വൈ ഹി ടോക്സ് അബൌട്ട് ഇന്നസെൻറ്റ് ആർമീസ് ക്ലാഷ് ബൈ നൈറ്റ്, ആ ഒരു അവ്യക്തത ഡോവ വീശി പറയുന്നത്. ഇൻ അനദർ പോയം ഹി ടോക്ഡ് അബൌട്ട് being caught between two worlds, one dead, the other powerless to be born. വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് by Matthew Arnold, where he says that I am caught between, or the present generation is caught between two worlds, one dead, the other powerless to be born. ആ അവസ്ഥയിലാണ് മാത്യു ആർണൾഡ് നിൽക്കുന്നത്. ഏതാണ് ഡെഡായി പോയത്? ഈ പറഞ്ഞ പൂർണ്ണതയുണ്ടെന്നും ഈശ്വരൻ അതുപോലെ ഏതോ ഒരു സിസ്റ്റം വിച്ച് ലൈക്ക് God is in his heaven and all is well with the world എന്ന് പറഞ്ഞത്, there is a special providence even in the fall of a sparrow എന്ന് ഷേക്സ്പിയർ പറഞ്ഞത്, എല്ലാം അടങ്ങുന്ന ആ ഒരു സംഗതി ഇനി അങ്ങോട്ട് സാധ്യമല്ല. ദാറ്റ് സിസ്റ്റം ഇസ് ഡെഡ് എന്ന് വെച്ചാൽ ദൈവം ഇല്ലാതായെന്നല്ല, മനുഷ്യന്റെ മനസ്സിലുള്ള വിശ്വാസത്തിനായിരുന്നു ഈ പറഞ്ഞത്. ആൻഡ് ഇൻ ദാറ്റ് പ്ലേസ് സംതിങ് എൽസ് ഹാസ് നോട്ട് കം, പകരം മറ്റൊന്ന് വന്നിട്ടുമില്ല. അങ്ങനെ ആ രണ്ട് ലോകത്തിന്റെ ഇടയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് മാത്യു ആർണൾഡ് പറയുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇൻ 20th century നമ്മൾ ഇന്നലെ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് യു ഹാഡ് സ്ട്രക്ചറലിസവും മറ്റ് പല കാര്യങ്ങളും വന്നിട്ട് പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദാറ്റ് there is no such thing as a whole. പൂർണ്ണത എന്നൊരു സാധനം ഇല്ല, ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് ലോകത്തിനുള്ളത്. ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം മനുഷ്യനെ ബോധ്യമാവുകയും കംപ്ലീറ്റ് ആ ഒരു ഡിസൊല്യൂഷൻമെന്റിലൂടെ ഒരു പുതിയ ഒരു ചിന്താ പദ്ധതിയിലേക്കും ഒരു പുതിയ ആക്സെപ്റ്റൻസിലേക്കും വരും. ആൻഡ് ലൈഫ് ഈസ് നോട്ട് സിമ്പിൾ, നത്തിങ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഈസിലി എന്നൊക്കെയുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം സങ്കീർണതയുടെ യുഗമാണ് 20ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത്. വെരി കോംപ്ലെക്സ്. ആ സങ്കീർണതയൊക്കെ അപ്പം നമ്മൾ ഒരു 30 വർഷം അല്ലെങ്കിൽ 25 വർഷം മുമ്പ് വരെ ഈ സിലബസിനകത്ത് ഈ സങ്കീർണതയൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഇവിടെ സിലബസിൽ അത് എത്താൻ താമസിച്ചതാണ്. ബട്ട് ഇൻ ദ വെസ്റ്റേൺ വേൾഡ് ദേ ഹാഡ് ബിഗൺ thinking about it much early. Maybe Second World War കഴിഞ്ഞ കാലം മുതലേ സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തകളും ഒക്കെ വരുന്നു, അല്ലെങ്കിൽ ഒരു 70കളിലൊക്കെ തന്നെ വളരെ പ്രബലമായി നമ്മുടെ സിസ്റ്റത്തിൽ വരാൻ വൈകി. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിട്ടിക്കൽ തിയറി, കൾച്ചറൽ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ആ കാര്യങ്ങൾ ഡിഫിക്കൽട്ടാണ്. അത് ഡിഫിക്കൽട്ട് ആകാൻ കാരണം ലൈഫ് ആൻഡ് റിയാലിറ്റി ഹാസ് ബിക്കം വെരി കോംപ്ലെക്സ്. ലൈഫ് പെട്ടെന്ന് കോംപ്ലെക്സ് ആയതല്ല, ലൈഫ് എപ്പോഴും കോംപ്ലെക്സ് ആയിരുന്നു. ഓൺലി ദറ്റ് പീപ്പിൾ ബിക്കെയിം അവെയർ ഓഫ് ദി കോംപ്ലെക്സിറ്റി only in 20th century to a large extent. അവിടെയാണ് മോഡേണിസം, ഡികൺസ്ട്രക്ഷൻ, പോസ്റ്റ് മോഡേണിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം എന്നൊക്കെ പറയുന്ന ഈ സമ്പ്രദായങ്ങൾ, അതിൻ്റെ അതൊക്കെ സൈദ്ധാന്തിക തലത്തിൽ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള ഉദ്യമമാണ്. ഈ യാഥാർത്ഥ്യം എന്നൊന്ന് തന്നെ ഉണ്ടോ എന്നുള്ളത് വലിയ
ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങളുടെ യാഥാർത്ഥ്യമല്ല എൻ്റെ യാഥാർത്ഥ്യം, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നത്തിങ് ഈസ് ഡെഫിനിറ്റ്. അതുകൊണ്ട് ഒരിക്കലും യു കനോട്ട് സേ ദാറ്റ് സച്ച് ആൻഡ് സച്ച് പേഴ്സൺ ഈസ് ദ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഓഫ് ഹിസ് ഏജ്, ഹീസ് ദിസ് ഇസ് ഹിസ് ബെസ്റ്റ് പോയം. ഇങ്ങനെയൊക്കെ ഒരു കാര്യവും നമുക്കിന്ന് പറയാൻ പറ്റില്ല. ആഫ്റ്റർ ഇൻ ദ പോസ്റ്റ് മോഡേൺ സീൻ, നമ്മൾ പോസ്റ്റ് മോഡേണിന് ശേഷമുള്ള കാലത്താണ്, പോസ്റ്റ് മോഡേണിസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം യു ക്യാൻ നെവർ സേ ദാറ്റ്. യു ക്യാൻ നെവർ സേ ദാറ്റ് എനി സിസ്റ്റം ഈസ് റൈറ്റ്. എല്ലാ സിസ്റ്റങ്ങളും ഫ്ലോഡാണ്. എല്ലാത്തിനും കുറച്ച് പിഴവുകളും കുറച്ച് ശരിയും കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് പ്ലൂറാലിറ്റി, ഡൈവേഴ്സിറ്റി എറ്റ്സെട്ര ആസ് ദ ഗ്രേറ്റസ്റ്റ് റിയാലിറ്റീസ് ഇൻ ലൈഫ് എന്നൊക്കെയുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നതും. അത് ഒരു വളരെ ഇൻക്ലൂസീവായിട്ടുള്ള, ആരെയും പുറത്തു നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് ആപ്ലിക്കബിൾ ആകുന്നതെന്ന് ചോദിച്ചാൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇതെല്ലാം ഇങ്ങനെ ആപ്ലിക്കബിളായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ ദ തേർഡ് സെക്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, ട്രാൻസ്സെക്ഷൽസ് എന്ന് പല പേരുകളിൽ പറയുന്നത്, അതൊന്നും വ്യക്തമായ ഒരു പേര് പറയാനും പാടാണ്. ആ ഒരു ജെൻഡർ, അമോർഫസ് ജെൻഡർ എന്ന് അല്ലെങ്കിൽ ആംബിഗ്വസ് ജെൻഡർ ആംബിഗ്വിറ്റി ഉള്ള ആൾക്കാർ, സ്ത്രീ പുരുഷൻ എന്ന് രണ്ട് കാറ്റഗറി അല്ലാതെ ഒരു കുറേ കാറ്റഗറീസ് ഉണ്ട്. കാരണം ബയോളജിക്കലി സ്ത്രീ ആയിരിക്കുകയും പുരുഷൻ ആണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബയോളജിക്കലി പുരുഷനായിട്ട് സ്ത്രീ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. then you have people with both male and female biological organs in the body, not fully developed perhaps. ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ നടിച്ചിരുന്ന ഒരു കാലമുണ്ട്. അതിൽപ്പെട്ട ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടില്ല എന്നടിക്കുക, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വക്കിലങ്ങ് തള്ളിക്കളയുകയും ചെയ്തിരുന്ന ഒരവസ്ഥയാണ് ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് ഭൂമിയിലുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ ഒരു തരം ഹെവിലി ഓസ്ട്രസൈസ്ഡ് ആൻഡ് മാർജിനലൈസ്ഡ് ആയിരുന്നു. ഇപ്പം നമ്മൾ നോക്കണം, നമ്മുടെ ഇവിടുത്തെ കേരളത്തിൽ തന്നെ സാക്ഷരതാ മിഷൻ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അവർ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പദ്ധതികൾ നടത്തുന്നു. ഇന്ന് നമ്മളത് ഒരുപാട് ഇൻക്ലൂസീവ്നെസ്സിലേക്ക് പോവുകയാണ്. അതുപോലെ വികലാംഗരായിട്ടുള്ള ആൾക്കാർ, വൈകല്യമുള്ള തളർന്നു പോയ ആൾക്കാർ, കണ്ണ് കണ്ടെത്തുന്ന ആൾക്കാർ, ഇവരെയൊക്കെ നമ്മൾ ഏതെല്ലാം വയ്യാത്ത ആളോട് വീട്ടിലിരുന്നോ എന്നുള്ളൊരു മട്ട് മാറിയിട്ട് നൗ വി ആർ ഇൻക്ലൂഡിങ് ദം. ഇപ്പം തന്നെ നമ്മുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ IAS റാങ്ക് ലിസ്റ്റിൽ വന്ന കാര്യമൊക്കെ പേപ്പർ വായിച്ചിട്ടുണ്ട്. സോ വി ആർ ഇൻ എ ഗ്ലോബ്. ഇതെല്ലാം ഈ ചിന്താ പദ്ധതിയുടെ അല്ലെ ചിന്താധാരണികളുടെ വികാസം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. സോ what I'm trying to say is we are not just students who read and appreciate a few poems. അങ്ങനെയുള്ള ആൾക്കാരല്ല സാഹിത്യം വിദ്യാർത്ഥികൾ. അത് ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നാലും മലയാളം സാഹിത്യമായിരുന്നാലും ഹിന്ദി സാഹിത്യമായിരുന്നാലും we have a greater responsibility. We are not mere appreciators of literary works. We have a higher responsibility. അതുകൊണ്ടാണ് നമ്മൾ സൈക്കോളജിയും ഹിസ്റ്ററിയും ബാക്കി കാര്യങ്ങളെല്ലാം ഈ തിയറിയിൽ കൂടെയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ why I am telling you this now is Matthew Arnold comes at a particular phase in this stage. He comes at a stage when modern criticism begins. ഇപ്പോൾ ലിറ്റററി തിയറി എന്ന് പറയുന്നതും ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നതും വ്യത്യാസമുള്ള കാര്യങ്ങളാണ്. ലിറ്റററി ക്രിറ്റിസിസം ഈസ് അപ്രീസിയേഷൻ ഓഫ് പോയട്രി or kind of criticizing and bringing out different aspects of a literary work. Literary theory is not limited to the domain of literature. The things you study under literary theory like structuralism or all those aspects will be useful tools. They are useful tools for us. They may be used by other branches also. Humanities, historians may use it. Political science ആൾക്കാർ അത് ഉപയോഗിച്ചിരിക്കും ആ ടൂൾസ്. അപ്പം അങ്ങനെ പല ആൾക്കാരും അതേ ടൂൾസ് ഉപയോഗിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു ലിറ്ററേച്ചർ പീപ്പിൾ. സോ നമ്മൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടാണ് നമ്മളത് പഠിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് മാത്യു ആർണൾഡ്. സോ വി ടോക്ട് അബൌട്ട് സോഷ്യൽ യെസ്റ്റർഡേ. He was not English, but അതിന് തൊട്ട് മുമ്പൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ മാത്യു ആർണൾഡിനെ കാണുന്നത്. അതായത് who kind of looked at literary criticism and social criticism, and he was talking about both. Another thing about, but one thing we should remember, Arnold's criticism is not taken seriously today. ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന ഫോർ ഹിസ്റ്റോറിക് റീസൺസ് ആണ്. ഇത് ആർണൾഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതിനൊന്നും പ്രത്യേകിച്ച് ഭയങ്കര ഒരു വാല്യൂ ഒന്നും ഉള്ളതുകൊണ്ടല്ല. We are looking at them out of a historical curiosity because he also belongs to the old school. ഒരു അവ്യക്തമായിട്ട് ഇങ്ങനെ നമ്മളുടെ ഒരു ആഗ്രഹമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അഭിലഷിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലം.
അത് ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂർണ്ണതയുണ്ടെന്നും പെർഫെക്ഷൻ ഉണ്ടെന്നും ഒക്കെ മനുഷ്യനിങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് അവസാനത്തെ പ്രതിനിധികളിൽ ഒരാളാണ് മാത്യു ആർണൾഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ആണ്. അതേസമയം ഫെർഡിനൻഡ് ഡി സോഷൂർ മുതലുള്ള ആൾക്കാരെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. റൊളാൻഡ് ബാർത്ത് ആയിരുന്നാലും all those people Dr. Rajendran talked about yesterday, and the people you are going to hear, ഇനിയും കേൾക്കാൻ പോകുന്ന ഒരുപാട് പേരുണ്ട് ഇനി അടുത്ത സെഷനുകൾ. അവരെല്ലാം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഇന്നും അവരുടെ ടൂൾസ് നമ്മൾ ഇന്നും ഉപയോഗിക്കും. Because they are on a different plane. Matthew Arnold, we respect him, we like him, but we don't take him all that seriously. But then he is important also because ഞാൻ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇടയ്ക്ക് നമ്മൾ തിരിഞ്ഞു പോയിട്ട് ഇന്നയാൾ പറഞ്ഞ പലതും തെറ്റാണെന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിലായിരുന്നാലും സാഹിത്യത്തിലായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും മെഡിക്കൽ സയൻസിലായിരുന്നാലും വി സേ ദാറ്റ് സച്ച് ആൻഡ് സച്ച് പേഴ്സൺ വാസ് ഹെവിലി ഫ്ലോഡ്. ഫോർ എക്സാമ്പിൾ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന ആൾ നമ്മൾ മോഡേൺ സൈക്കോളജിയുടെ ഉപജ്ഞാതാവെന്ന് പറയും. പക്ഷെ ഇന്ന് സൈക്കോളജി പഠിക്കുന്ന ആൾക്കാർ പലരും ഫ്രോയിഡിനെ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് പോലും സീരിയസ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. സാഹിത്യമൊക്കെ പഠിക്കുന്ന ആൾക്കാർ വളരെ ആദരവോടെ പറയാറുണ്ടെങ്കിലും the reason is psychology has grown immensely after Freud, and many of the things he merely speculated have been developed and perfected, and many of his premises are thrown away and refined and modified and made more advanced and more scientific. But the question is he unimportant? ഒരിക്കലല്ല. ഫ്രോയിഡ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഫ്രോയിഡ് കുറേ അധികം കാര്യങ്ങളോടെ ക്രോഡീകരിച്ചുകൊണ്ടാണല്ലോ അതിൻ്റെ പുറത്ത് ആൾക്കാർക്ക് പണിയാൻ പറ്റിയത്. അപ്പം അതായത് നമുക്കെടുത്ത് മാറ്റിയാൽ മോളുള്ള എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴും. അപ്പം അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ് മാത്യു ആർണൾഡിനുള്ളത്. അത് പൊതുവേ ഞാൻ പറഞ്ഞതാണ്. സോ ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ ഒരു ട്രാൻസിഷനാണ്. യു ആർ സ്ലോലി മൂവിങ് ഫ്രം ലിറ്ററേച്ചർ ടു തിയറി ആൻഡ് അതർ തിങ്സ്. സോ ഐ വാണ്ടഡ് യു ടു നോ ദിസ്. Now, so Matthew Arnold is considered the first critic. He is sometimes called the critic's critic. Pinne verru karyam, he introduced a methodology of objective literary criticism through essays in criticism. Essays in Criticism is a book that he wrote, a collection of essays that Matthew Arnold wrote about criticism. Avade അദ്ദേഹത്തിന്റെ ചില പല സിദ്ധാന്തങ്ങളും അവിടെയാണ് അദ്ദേഹം പറയുന്നത്. Then through literary criticism propagated the best that was known and thought in the world. ആ സെനൻസിനെ തെറ്റിദ്ധരിക്കേണ്ട, അതൊരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള കാര്യമല്ല. മാത്യു ആർണൾഡ് said that literary criticism or literature aims at spreading or preserving the best that is known and thought in the world. That is the സാഹിത്യത്തിന്റെ ഒരു ധർമ്മമായിട്ട് അദ്ദേഹം പറഞ്ഞാണ്, best that is known and thought in the world. But look at this sentence, for example, the best that is thought and known in the world. ലോകത്തിൽ അറിയപ്പെടുകയും ചിന്തിക്കപ്പെടുകയും ചെയ്തതിൽ ഏറ്റവും ഉന്നതമായ കാര്യങ്ങളെ നമ്മൾ നിലനിർത്തണം. അപ്പോൾ ഇതിലുള്ളൊരു ഇന്ന് നമ്മളിത് ഈ സെൻറ്റൻസ് പറഞ്ഞ ആ ആളിനെ ഓടിച്ചിട്ടടിക്കും. കാരണം ഈ ഒരു ക്രിട്ടിക്കൽ ആ ഒരു മേഖലയിലാണിത് പറയുന്നതെങ്കിൽ. കാരണം ബെസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഉടനെ ചോദിക്കും. ആരുടെ ബെസ്റ്റാണ്? വെസ്റ്റേൺ വേൾഡിലെ ബെസ്റ്റാണോ? ഇന്ത്യയിലെ ബെസ്റ്റാണോ? സ്ത്രീകളുടെ ബെസ്റ്റാണോ? പുരുഷന്മാരുടെ ചിന്തയിലുള്ള ബെസ്റ്റാണോ? അത് ഏത് തരത്തിലുള്ള ബെസ്റ്റാണെന്നോ ഇങ്ങനെ നമുക്ക് ഒന്നിനെക്കുറിച്ചും ബെസ്റ്റ് എന്നോ സൂപ്പർലേറ്റീവ്സിലൊന്നും പറയാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. സോ അതിലോട്ട് ഞാൻ കൂടുതൽ ഐ വിൽ കം ടു ദാറ്റ്. So moved from he also moved on from literary criticism to general critic or the spirit of his age. അത് അദ്ദേഹം മാത്രമല്ല, മുമ്പ് പ്ലേറ്റോ മുതലേ ഉണ്ടെങ്കിലും ഈ ഇംഗ്ലീഷ് ലിറ്റററി അല്ലെങ്കിൽ യൂറോപ്യൻ ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ഒരു മോഡേൺ പീരിയഡിൽ ദിസ് വാസ് എ മാൻ ഹു വാസ് taking literary criticism out of the pages of the books, and he introduces touchstone method. That is a word that Matthew Arnold introduced. He said that the best എന്ന് പറഞ്ഞല്ലോ, ബെസ്റ്റ് നമ്മൾ പ്രിസർവ് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു. ആൻഡ് ഈ ബെസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? So only the best works of art will survive, and how will you know if it is best? So he said അത് ഒരു നിലവിലുള്ള ഷേക്സ്പിയറിൻ്റെയും മിൽട്ടൻ്റെയോ അതുപോലെ കുറേ ഇദ്ദേഹത്തിന് നല്ലതെന്ന് തോന്നുന്ന കുറേ സാധനങ്ങളുണ്ട്, ലൈക്ക് ഹോമറിൻ്റെ ഒക്കെ. ഈ വാസ് എ ക്ലാസിസിസ്റ്റ്. ആ വലിയ ഉന്നതമായ വരികളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ഇതെങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഉരകല്ല് എന്ന് പറഞ്ഞാൽ മാറ്റുരച്ച് നോക്കുന്ന സാധനമാണ് ഈ ടച്ച് സ്റ്റോൺ. ആ ടച്ച് സ്റ്റോൺ എന്ന് പറയുന്നത്
ശ്രേഷ്ഠരായിട്ടുള്ള എഴുത്തുകാരുടെ കൃതികളെയാണ് അദ്ദേഹം ടച്ച് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇന്ന് അഗെയിൻ യു ഹാവ് എ പ്രോബ്ലം. ആരാണ് ശ്രേഷ്ഠനായ എഴുത്തുകാരൻ? അങ്ങനെ എഴുത്തുകാരുണ്ടോ? അപ്പം ടുഡേ വി ഹാവ് കൈൻഡ് ഓഫ് ഡികൺസ്ട്രക്റ്റഡ് ഓൾ ദാറ്റ്. ഇന്ന് ഗ്രേറ്റ് ലിറ്ററേച്ചർ, ഗ്രേറ്റ് ആർട്ട് എന്നൊരു സാധനമേ ഇല്ല. ഹൈ ആർട്ട് ആൻഡ് ലോ ആർട്ട് എന്നൊരു സാധനമേ ഇല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കാലത്ത് കോമിക്കുകളും ചിത്രകഥകളും ഒക്കെ കുട്ടികൾ വായിക്കുന്ന ഒരു കാര്യമായിട്ടോ ഒക്കെയാണ് കരുതുന്നത്. ഏതാണ് വായിക്കേണ്ടത്? ഉന്നതമായ സാഹിത്യകൃതികളാണ് വായിക്കേണ്ടത്, ഉന്നതമായ സാഹിത്യകൃതികളാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല. എവറിത്തിങ് ഈസ് കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ്. ബോബനും മോളിയും ആണ് വായിക്കുന്നത്, അതിനും പ്രാധാന്യമുണ്ട്. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒരിക്കൽ അത് പരാമർശിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ബോബനും മോളിയും എന്ന് പറയുന്ന കാർട്ടൂൺ പരമ്പര ഒരു മേ ബി 70കളിലും ഒക്കെ 80കളിലൊക്കെ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 PhD ഡിസർട്ടേഷൻ എഴുതാനുള്ള കാര്യം അതിനകത്തുണ്ട്. The social criticism, how he was looking at it and how he was representing it. അതിനകത്ത് ജെൻഡർ ഇഷ്യൂസ്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 20 വർഷം മുമ്പ് it was unthinkable in India working on a cartoon. But today we do that. കഴിഞ്ഞ വർഷം നമ്മൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ one girl did a project on just on cartoons. പരിസ്ഥിതിയുടെ റിഫ്ലക്ഷൻ വരുന്ന കാർട്ടൂണുകളെ വെച്ചിട്ടാണ് ആ കുട്ടി പഠിച്ചത്. സോ യു ക്യാൻ ഡു ദാറ്റ്. ആൻഡ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ 13-ാം തീയതി വി ആർ ഗോയിങ് ടു ഹാവ് എ ടോക്ക് ബൈ പ്രമോദ് കെ നായർ. പ്രമോദ് കെ നായർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിയറിയിലൊക്കെ നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന റെഫറൻസ് ബുക്ക്, സിലബസിലൊക്കെ ഉള്ള റെഫറൻസ് ബുക്സ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു പ്രഗത്ഭനായ ഒരാളാണ്. വളരെ സരസമായിട്ട് സംസാരിക്കും. യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അദ്ദേഹത്തിൻ്റെ ടോക്ക് ഈസ് അബൌട്ട് ഗ്രാഫിക് നോവൽസ്, ചിത്ര കഥകളെ കുറിച്ചാണ്. അത് ചിത്രങ്ങളിലൂടെയുള്ള നോവലുകളെ കുറിച്ചാണ്. അതൊരു ഇപ്പം 20ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 21ൽ കൂടുതൽ പ്രചാരം നേടിയിട്ടുള്ള ഒരു രൂപമാണ്, ഈ ജോൺറാണ് ഗ്രാഫിക് നോവൽ. ആൻഡ് ഹീസ് ഗോയിങ് ടു ടോക്ക് അബൌട്ട് 3 ഗ്രാഫിക് നോവൽസ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കേട്ട് നോക്കൂ. നിങ്ങൾക്ക് അധികം മനസ്സിലായില്ലെങ്കിൽ പോലും ആ എക്സ്പീരിയൻസസ് ആർ ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമുക്ക് ഇപ്പം ഞാനൊക്കെ ആദ്യ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞു വരുന്ന കഥകളൊക്കെ പറയുമ്പോൾ വളരെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ വരും. അത് ഈ മനസ്സിലാകാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മൾ വിട്ടുകളയരുത്, വെറുതെ കേൾക്കുക. അത് 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആസ്പെക്ട്സ് നമുക്ക് മനസ്സിലാകുകയും ഓവർ ടൈം യുവർ സെൻസിബിലിറ്റി വിൽ ബിക്കം ഷാർപ്പൻഡ് ആൻഡ് യു വിൽ kind of become adjusted to that and you will be able to get some aspects of it and you will be able to write a little bit about it. അങ്ങനെയാണ് ഉണ്ടാവുക. ഒരു സുപ്രഭാതത്തിലൊന്നും ക്ലാരിറ്റി വരില്ല. So the point I am trying to make is the difference between low and high has gone, totally gone. Today we don't differentiate. ചുവരിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ, ചുമ്മാ നമ്മൾ ഇറങ്ങുമ്പോൾ ചുവരിലൊക്കെ ആൾക്കാർ വരച്ച് വയ്ക്കുന്ന ചിത്രങ്ങൾ. നമ്മുടെ നാട്ടിൽ ആ ഒരു ആർട്ട് ഇപ്പോൾ വരുന്നേ ഉള്ളൂ. ചുവരിൽ അസഭ്യം എഴുതി വയ്ക്കുന്ന കാര്യമല്ല, ഈ വാൾ പിക്ചേഴ്സ് ഉണ്ട്, പല രീതിയിലുള്ള ഗ്രഫീറ്റി എന്ന് പറയുന്ന സാധനം. അതിനെ കുറിച്ച് യു ക്യാൻ മേക്ക് വെരി സീരിയസ് സ്റ്റഡീസ് അബൌട്ട് ദാറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി സൈക്കോളജി ഓഫ് ദ പീപ്പിൾ, ദി കൾച്ചറൽ നീഡ്സ് ഓഫ് ദ പീപ്പിൾ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ആ ലോ ഹൈ എല്ലാം പോയി. അതുകൊണ്ട് ഇന്നിപ്പോൾ ഷേക്സ്പിയറിനെ കുറിച്ചൊക്കെ രോമാഞ്ചം കൊള്ളുന്ന ആൾക്കാരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ പഴയ സ്കൂളിലെ ആൾക്കാരാണെന്ന് കരുതണം. നമുക്ക് എല്ലാവർക്കും രോമാഞ്ചം കൊള്ളാനുള്ള അവകാശമുണ്ട്. ഷേക്സ്പിയർ വായിച്ചാലോ, കാളിദാസനോ, ഭാസനോ, ഏത് കൃതി വായിക്കുമ്പോഴും, മഹാഭാരതത്തിലെ ചില വരികൾ വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് രോമഹർഷവും സന്തോഷവും ഉണ്ടായാലും തെറ്റുണ്ടെന്നല്ല. പക്ഷേ ഇതിലേതെങ്കിലും ഒന്നാണ് ഉന്നതം. ഇതുമായി വേറൊരാളുടെ കൃതിയെ മാറ്റുരച്ച് നോക്കിയിട്ട് ഇത് തുലവും നിസ്സാരമാണ് എന്നൊന്നും നമ്മളിന്ന് പറയില്ല എന്നർത്ഥം. ഒരു കാലത്ത് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു. നിങ്ങൾ ഇന്നയാളെ കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് പുസ്തകമൊക്കെ എടുത്ത് പുറത്തോട്ട് എറിയുന്ന ആചാര്യന്മാരൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല. ഏത് കൃതിയാണെങ്കിലും അതിന് പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ബട്ട് ഇന്നൊരു എത്ര വർഷം, ഒരു 140 കൊല്ലം മുമ്പാണ് നമ്മൾ ഈ മാത്യു ആർണോൾഡ് നിൽക്കുന്നത്. ആ ട്രാൻസിഷൻ്റെ ഘട്ടത്തിലാണ്. സോ ടച്ച് സ്റ്റോൺ ഒക്കെ ഇന്ന് നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം അല്ല. സോ ഹീ യൂസ് ദിസ്. ടച്ച് സ്റ്റോൺ എന്താണ്? ഉരകല്ലാണ്. അത് ഒരു പുതിയ കൃതി വരുമ്പോൾ അത് നല്ലതോ ചീത്തയോ എന്ന് മാറ്റുരച്ച് നോക്കാനായിട്ട് നിലവിലുള്ള കൃതികളുടെ, ഷേക്സ്പിയറുടെയോ ഹോമറുടെയോ ഒക്കെ വരികളുമായിട്ട് തട്ടിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം മാത്യു ആർണോൾഡ് സ്റ്റഡി ഓഫ് പോയട്രിക്കകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. വിച്ച് ടുഡേ വി ഡോണ്ട് give much credit to. So he talked about 2 kinds of criticism. You have socio-ethnic criticism, which is about society, and also literary criticism. So we are today looking more at culture and anarchy, which is a socio-ethnic criticism.
ലിറ്റററി തിയറി ക്രിറ്റിസിസം അദ്ദേഹത്തിൻ്റെ ഉണ്ട്, തിയററ്റിക്കൽ ക്രിറ്റിസിസം ഉണ്ട്, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം ഈസ് അബൌട്ട് the theory of how criticism is to be, and practical criticism is about actual criticism of poets. So, for example, ഷെല്ലിയെ കുറിച്ചും കീറ്റ്സിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ വിമർശന ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഷെല്ലിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, an ineffectual angel beating his luminous wings in the void എന്നാണ്. ശൂന്യതയിൽ ചിറകിട്ടടിക്കുന്ന എന്താണ് ഇൻഎഫക്ച്വൽ ആയിട്ടുള്ള ഒരു മാലാഖ, ഭംഗിയുണ്ടെങ്കിലും വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് ഷെല്ലിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെ അത് പക്ഷേ വളരെ സബ്ജക്റ്റീവാണ്. ഡോക്ടർ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറിയിൽ അദ്ദേഹം അർത്ഥങ്ങൾ കൊടുത്ത പോലെ സബ്ജക്റ്റീവായിട്ടാണ് അദ്ദേഹം അവിടെയൊക്കെ പറയുന്നത്. ഈവൻ ദോ ഹി ടോക്ട് അബൌട്ട് ഒബ്ജക്റ്റിവിസം ആൻഡ് ക്രിറ്റിസിസം. സോ വാട്ട് വെർ ദി ഇൻഫ്ലുവൻസസ് ദാറ്റ് framed Matthew Arnold? അദ്ദേഹത്തിൻ്റെ father was a great influence. Thomas Arnold, Matthew Arnold's father, was, as I told you, was a big scholar of classical literature, and he was an inspector of schools in England. Later, Matthew Arnold also became an inspector of schools. He was also an Oxford scholar who greatly admired classical learning. So ക്ലാസിക്കൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കും ലാറ്റിനുമാണ് ക്ലാസിക്കൽ എന്ന് യൂറോപ്പിലെ ആൾക്കാർ പറയുന്നത്. ഇന്ന് യൂറോപ്പിലെ ആൾക്കാർ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ ദേ വിൽ ഓൾസോ മീൻ പെർഹാപ്സ് സാൻസ്ക്രിറ്റ് ആൻഡ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ക്ലാസിക്കൽ വർക്ക്സ്, ഓൾസോ ചൈനീസ് വർക്ക്സും കൺഫ്യൂഷ്യസിൻ്റെ വർക്ക്സും ഒക്കെ അവരതിനകത്ത് ഇന്ന് ഉൾപ്പെടുത്തും. ഇൻ ദോസ് ഡേയ്സ് ഇൻ യൂറോപ്പ് ക്ലാസിക്കൽ മെന്റ് ജസ്റ്റ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. സോ ഗോറ്റെ, ടെയിൻ, സാന്റ് ബോവെ തുടങ്ങിയ ഫ്രഞ്ച് എഴുത്തുകാരുടെയൊക്കെ സ്വാധീനം ഉണ്ടായിരുന്നു. So, in study of poetry, he said, poetry is capable of higher uses, helps to interpret life for us, to console us and to sustain us. So he thought that poetry might be able to take place of what is lacking right now. Society, he found a vacuum in society, a cultural vacuum, and he thought that maybe poetry and art could take that place. But then he said only the best poetry is capable of performing this task. And he said poetry is a criticism of life. And readers should recognize and discover the highest qualities which produce the best poetry. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലും ആൾക്കാർ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് കവിതയെക്കുറിച്ചുമൊക്കെ. ഇപ്പം അതൊക്കെ തള്ളിക്കളഞ്ഞു എന്നേ ഉള്ളൂ. Touchstone method, function of criticism. What is a function, according to Matthew Arnold, what is the function of criticism at the present time? Criticism has the power to make the best ideas prevail. Criticism must essentially be the exercise of curiosity, and critic must pursue his course with the greatest sincerity. ഇങ്ങനെയൊക്കെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇത് ഒന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. അദ്ദേഹം പറഞ്ഞത് ക്രിറ്റിസിസം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആൻഡ് that has a great capacity to find solutions to the problems of the world. I will leave that, but it's important. Arnold, he was a moralist. As a critic, Arnold is essentially a moralist, and he has very definite ideas about what poetry should be and should not be. That's very arbitrary aayittulla karyana. You cannot make such generalizations. Everybody in his age wouldn't agree to that. He was a moralist. A poetry of revolt against moral ideas, he says, is a poetry of revolt against life. And a poetry of indifference to moral ideas is a poetry of indifference to life. But he said that a poetry has to be moral. Moral എന്നുള്ള വാക്ക് തന്നെയും വളരെ ആപേക്ഷികമാണ്. It's a very relative term. What is moral in one society may not be moral in another society. What is allowed in one society as perfectly natural will not be even talked about in another society. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പോളിയാൻഡ്രി, പോളിഗമി പോലെയുള്ള കാര്യങ്ങൾ ഒരു ഉദാഹരണമാണ്. which is, in some societies, having many wives is a very ordinary thing, very normal thing. In some societies, having many husbands is a very normal thing. But we know how it is in our society. ഇങ്ങനെ ഏകഭാരിത്വം, ഏകഭർത്തൃത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു പോയിട്ടുള്ള ചിന്തകളാണ്. ഇതെല്ലാം ആപേക്ഷികമാണ്. It's all bound to culture, and from culture to culture it varies, but you have to maintain that within a culture so that culture might sustain. എന്ന് നമ്മൾ ഇന്നറിയുന്നു. But Arnold had his own rudimentary belief in that. And Arnold also believed that we need to go back to the classical values. അങ്ങനെ വരുമ്പോൾ it's very difficult to say what is classical value. ആർണോൾഡ് ചോദിച്ചാൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയും which we may not be able to accept. But that is the problem with Matthew Arnold as a critic. Many of the things he said are very subjective,
based on his classical learning and based on his moral philosophy, his personal moral philosophy. ഇതൊന്ന് ഓടിച്ച് നമുക്ക് ഈ സിലബസിലുള്ളത് വരെ ഞാൻ വന്നിട്ടില്ല. നിങ്ങൾ ആർണൽഡിനെ കുറിച്ച് പൊതുവെ അറിയാൻ വേണ്ടി പൊതുവെ പറഞ്ഞു, അതാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ആർണൽഡ് ഹാഡ് സ്ട്രോങ് ഷോർട്ട് കമ്മിങ്, അത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ചില സമയത്തൊക്കെ അദ്ദേഹം പരസ്പര വിരുദ്ധമായിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കളയും. Sometimes he would contradict himself. Mixes literary criticism with socio-ethical considerations and regards it as an instrument of culture. പക്ഷെ അത് ഇന്ന് നമ്മൾ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തതിലോട്ട് വരാം. ഓക്കെ, അതും പോട്ടെ. From here we will start. In the work you have to study is titled Culture and Anarchy. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടില്ല. The work you have to study from Matthew Arnold is Culture and Anarchy, Chapter 1. അതിൻ്റെ പേര് Sweetness and Light എന്നാണ്. So you have a chapter to study from Matthew Arnold. ഞാൻ ഇതുവരെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പൊതുവേ കാര്യങ്ങളാണ്, talked about his criticism, etc. But here now we are focusedly looking at culture and anarchy, ANARCHY. ആനർക്കി എന്ന വാക്കിൻ്റെ ഉച്ചാരണം, അനാർക്കി എന്ന് നമ്മൾ സാധാരണ പറയുന്ന സാധനം. അത് രാജാവില്ലാത്ത അവസ്ഥയാണ് ആനർക്കി. അരാജകവാദിയ അനാർക്ക് എന്ന് പറയും. ആനർക്കി ആൻഡ് അനാർക്ക്. സോ അനാർക്ക് എന്ന് പറയുന്നത് ഒരു അരാജകവാദിയാണ്. അപ്പോൾ ആനർക്കി എന്ന് ഇന്ന് നമ്മൾ പറയും, ഈവൻ ദോ എറ്റിമോളജിക്കലി ഇറ്റ് മീൻസ് നോട്ട് ഹാവിങ് എ കിങ്. ഇന്ന് നമ്മൾ ആ അർത്ഥത്തിൽ, രാജാവ് എന്നുള്ള അർത്ഥത്തിലല്ല ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു കുത്തഴിഞ്ഞ അവസ്ഥയാണ് നമ്മൾ അരാജകത്വം എന്ന് പറയുന്നത്. എ ഡിസോർഡർ, എ ടോട്ടൽ ഡിസോർഡർ ഈസ് കോൾഡ് ആനർക്കി ടുഡേ. Matthew Arnold also uses that word in that sense, a state of affairs where people are not controlled by any principles. That is what he means by anarchy. And by why was he worried about anarchy? Because he was a classicist. He wanted everything to be in order. He did not want any disorder or indiscipline. That is why he is worried about anarchy. Culture is a word that Arnold uses. It is different from the culture that Ajay Kumar sir talked about the other day. Ajay Kumar sir അത് കാര്യമായിട്ട് നമ്മോടൊന്ന് പറഞ്ഞു. കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് കൾച്ചറിനകത്ത് വരുന്നത്. നമ്മുടെ ഭക്ഷണം, വസ്ത്രശൈലി, നമ്മൾ മുടി ചീകുന്ന രീതി, നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമോ വെളിയിൽ പോയി കഴിക്കുമോ, നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൻ്റെ സ്ട്രക്ചറിങ്, ഇതുപോലെ കല്യാണങ്ങൾ, ആചാരങ്ങൾ, മതവിശ്വാസങ്ങൾ, all these are part of culture. നമുക്കതെന്നറിയാം. നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതെല്ലാം വരും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് സാഹിത്യം അതിൻ്റെ ഒരു ആസ്പെക്റ്റ് മാത്രമായിട്ട് തീരുകയാണ്. That is where we have kind of moved out of literature into culture. Literature has become one aspect of the broad domain called culture. അതുകൊണ്ടാണ് ഇനിയൊരു 10 വർഷം കഴിയുമ്പോൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ഒരു സാധനം ഉണ്ടാവില്ല. ചിലപ്പം യു വിൽ ഹാവ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ സ്റ്റഡീസ് ഇൻ വിച്ച് ദർ വിൽ ബി ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, മലയാളം ടീച്ചേഴ്സ് ആൻഡ് ഹിന്ദി ടീച്ചേഴ്സ്, എല്ലാവരും സാഹിത്യക്കാരൊക്കെ കാണും. അത് വർഷങ്ങൾക്ക് മുൻപ് when MG University was formed, അവർ ആ ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. ഇന്നും അവിടെ പോയാൽ ഇംഗ്ലീഷും മലയാളവും ഒക്കെ കാണും. യു ഫൈൻഡ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മൾട്ടി ഡിസിപ്ലിനറി തിങ്, ബിക്കോസ് ദ ഫോക്കസ് ഇസ് നോട്ട് ഓൺ പർട്ടിക്കുലർലി ലിറ്ററേച്ചർ മാത്രമല്ല. സംസ്കാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭാഷയുടെ പരിമിതികളില്ല. യു ക്യാൻ ബ്രിങ് ഇൻ അതർ ലാംഗ്വേജസ് ഓൾസോ. ആൻഡ് ടുഡേ ഇൻ ദി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഇംഗ്ലീഷ് ഇൻ മെനി യൂണിവേഴ്സിറ്റീസ്, മറ്റു ഭാഷകളുള്ള പുസ്തകങ്ങളിൽ നമുക്ക് ഗവേഷണം നടത്താം. മലയാളത്തിൽ നമ്മുടെ കേരളത്തിലുള്ള നാട്യകലകളെക്കുറിച്ച്, കൂത്ത്, തെയ്യം തുടങ്ങിയ നാട്ടുകലകളെക്കുറിച്ച് യു ക്യാൻ ഡു എ PhD ഇൻ കേരള യൂണിവേഴ്സിറ്റി ഇൻ ദി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. അതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. അപ്പം നമ്മളത് ആ ഒരു പരിധികളില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, കൾച്ചർ. ബട്ട് മാത്യു ആർണൽഡ് യൂസസ് ദ വേർഡ് കൾച്ചർ ഇൻ എ ടോട്ടലി ഡിഫറെൻറ്റ് വേ. അതെന്ത് കൾച്ചറാണ്? ആഗ്രികൾച്ചർ, സെറികൾച്ചർ എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു കൾച്ചറാണ് അവിടെ. എന്താണ് ഈ ആഗ്രികൾച്ചർ? കൾച്ചറിങ്, വളർത്തിയെടുക്കൽ, പരിപോഷിക്കൽ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ആ കൾച്ചർ മാത്യു ആർണൽഡ് ഉപയോഗിക്കുന്നത്. കൾച്ചർ ഈസ് നോട്ട് the culture that we talk about, but Matthew Arnold talks about culture as being cultured,
സംസ്കാരമുള്ളത് സംസ്കാരമില്ലാത്തതെന്നൊക്കെ ഉള്ള അർത്ഥമുണ്ടല്ലോ കൾച്ചറിന്. ഈസ് എ കൾച്ചർലെസ് പേഴ്സൺ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും. ലാക്ക് ഓഫ് കൾച്ചർ, ആ അർത്ഥം. അപ്പോൾ കൾച്ചറിന് രണ്ട് അർത്ഥമുണ്ട്, സംസ്കാരത്തിന് രണ്ട് അർത്ഥമുണ്ട്. സംസ്കാരം എന്ന് പറയുമ്പോൾ അവൻ സംസ്കാരമില്ലാത്തവനാണെന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു അല്പം അപക്വമായ ഒരു പ്രയോഗമാണ്. ഉദാഹരണം, ഒരു അധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാളിനെ സംസ്കാരമില്ലാത്തവനെന്ന് നമ്മൾ ചിലപ്പോൾ പറയും. അത് അയാൾക്ക് അയാളുടേതായ സംസ്കാരമുണ്ട്. ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം അവേഴ്സ്, നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മാത്രം. അതിനെ നമ്മൾ ആ ഒരു പ്ലൂറാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മളവിടെ അയാൾക്ക് സംസ്കാരം ഇല്ല എന്ന് പറയുന്നത്. അത് ഒരർത്ഥത്തിലാണ് നമ്മൾ സംസ്കാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അയാളുടെയും നമ്മുടേതും എല്ലാം അടങ്ങുന്ന ഒരു വലിയ ഒരു കൾച്ചറൽ എൻറ്റിറ്റി ഉണ്ട്, അതിനെയും സംസ്കാരം എന്ന് പറയും. അപ്പം ചെറിയ വ്യത്യാസമുള്ള രണ്ട് കാര്യങ്ങളാണ്. എറ്റിമോളജിക്കലി ദേ ആർ ദി സെയിം, ബട്ട് ഇൻ ആപ്ലിക്കേഷൻ there is a big difference. So when Matthew Arnold talks about culture, he doesn't talk about the culture that we say in cultural studies. He talks about refinement, the way in which somebody behaves, etc. Give me a second. Okay, so that is culture. So Matthew Arnold uses the word culture in the sense of having refinement or not having refinement. അപ്പോൾ അതാണ് കൾച്ചർ ആൻഡ് ആനർക്കി എന്ന് അദ്ദേഹം പറയുമ്പോൾ he's talking in a very simple terms. നമ്മൾക്ക് മനസ്സിലാകാത്ത കൾച്ചറൽ സ്റ്റഡീസിലുള്ള കൾച്ചർ അല്ല, നമുക്ക് വളരെ വേഗം മനസ്സിലാകുന്ന സംസ്കാരം എന്നുള്ള അർത്ഥത്തിലാണ് മാത്യു ആർണോൾഡ് ഉപയോഗിക്കുന്നത്. So he voiced his fears about a society in Dover Beach, which we saw, and we are here as on a darkling plain, swept with confused alarms of struggle and fight, where ignorant armies clash by night. This anxiety that there was a kind of decline of culture always troubled Matthew Arnold. That trouble is the quality of life in England, the political developments in England, etc. In all times, people will be worrying about the existing system. Matthew Arnold also thought that his period was particularly not as good as it should be, and there needs to be changes, etc. അങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. This book, Culture and Anarchy, it was actually, Matthew Arnold was a professor in the University of Oxford, and this was one of his lectures initially. 1967 ലാണെന്ന് തോന്നുന്നു അദ്ദേഹം ആ ലെക്ചർ നടത്തിയത് in Oxford University. He was a professor of poetry in Oxford University, and this was actually a lecture he gave, which later, 2 years or so later, he edited and made into a chapter of a book. This is the first chapter that you have to study, which is called Sweetness and Light, and there are other chapters also, but we'll be discussing all the ideas in brief, and particularly the first chapter. The first chapter, the detailed summary is given in your study material, which you will understand more after we go through these slides. So primarily, Culture and Anarchy is dedicated to literature. Arnold was a passionate advocate for the civilizing effect of words and ideas after the classical example of Greece and Rome. So Arnold believed that literature had a civilizing effect on people. Words and ideas are literature, and literature have a civilizing effect. He believed that. Arnold was influenced by J.H. Newman's idea of university, which was inspired to define culture as the essential means by which the provincial stupidity and boorishness of English life could be neutralized on behalf of progress.
Provincial stupidity and boorishness is the behavior of people in the society, which is always not up to the mark. We also know in our society how the public often responds is not in a very cultured and refined manner. That is natural in all societies. But Arnold thought it was the duty of a person like him to kind of refine people so that they will behave in a more cultured manner. Arnold's disdain or hatred for what passed as culture in Victorian times is evident from his opening page. Culture and Anarchy. The culture which is supposed to plume itself on a smattering of Greek and Latin is a culture which is begotten by nothing so intellectual as curiosity. It is valued out of sheer vanity and ignorance, or else as an engine of social and class distinction, separating its holder like a badge or title from other people who have not got it. He says that the so-called learning of classical studies has not had its desired effect. Scholars who are very much are well read in Greek and Latin do not show that knowledge in their life, in their philosophies. Arnold was impelled to make this lecture in 1967 by 2 or 3 major events that were happening at that time. One, there was some serious political changes happening in Europe at that time. There was also a reform bill that was passed in 1867 in the British Parliament. And also there was an incident, again, which happened the same year, which is today remembered as London riots of Hyde Park riot in the Bari. What happened was there was a bill that was going to be passed and people did not like that. And the government said you should not bring out a rally. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യും പോലെ ആൾക്കാർ പ്രതിഷേധ യോഗം കൂടി ഒരു വലിയ ജനസമൂഹം moved towards the Hyde Park and to have this meeting. Hyde Park എന്നത് ലണ്ടന്റെ സിറ്റി ഹൃദയഭാഗത്തുള്ള ഒരു വലിയ പാർക്കാണ് ഹൈഡ് പാർക്ക് ഗ്രീൻ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അതിനൊക്കെ അടുത്താണ് ബക്കിംഗ്ഹാം പാലസും ഉള്ളത്. So these people were moving towards Hyde Park and the government could not stop them. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. വലിയ അക്രമമൊന്നും നടന്നില്ല എങ്കിലും there was a huge gathering of people. So that troubled the scholar in Matthew Arnold, because to Matthew Arnold people should not behave in such a disorderly fashion. So യാഥാസ്ഥിതിക ചിന്താഗതിക്കാരനായ മാത്യു ആർണോൾഡിന് ഈ ജനങ്ങളുടെ ഈ പ്രതിഷേധ മാർഗം വളരെ ട്രബിളിംഗ് ആയിട്ട് തോന്നി. He thought that people were not right to do that, such violation of the rule. So that troubled him. But that made him fear that there was going to be anarchy. The possibility of anarchy was there in than Tony. So that is one thing that impelled him to make this lecture. And in the essay Culture and Anarchy, Arnold says true culture, with reference to Hellenic past, he says, is the study of perfection, the harmonious expansion of all the powers of human nature. Hellenic means Greek. അത് ഓർക്കണം. നമ്മൾ ഇൻഡോ-യൂറോപ്യൻ ലാംഗ്വേജസിനെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ വി ടോക്ക് അബൌട്ട് എ ഫാമിലി ഓഫ് ലാംഗ്വേജസ് കോൾഡ് ഹെലനിക്. ഹെലനിക് എന്ന് പറയുന്നത് ഗ്രീക്കാണ്. ഇന്ന് അതെന്തുകൊണ്ട് ഹെലനിക് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇന്നത്തെ ലാംഗ്വേജും ഗ്രീക്കാണ്. നിക്കോയ് കസാൻ സാക്കിസ് ഒക്കെ എഴുതിയിട്ടുള്ള ഭാഷ ഗ്രീക്ക് ഭാഷയാണ്. ഇന്നും ഗ്രീസിലെ ഭാഷ ഗ്രീക്കാണ്. നമ്മുടെ നാട്ടിൽ ഹിന്ദി എന്നൊരു ഭാഷ ഉള്ളതുപോലെ ഹിന്ദിയും മറാഠിയും മറ്റ് പല നോർത്ത് ഇന്ത്യൻ ഭാഷകൾ അതെല്ലാം സംസ്കൃതത്തിൽ നിന്ന് വന്നിട്ടുള്ള ഭാഷകളാണ്. അതുപോലെ ഹെലനിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് ക്ലാസിക്കൽ സാൻസ്ക്രിറ്റ് ഗ്രീക്കിൽ നിന്ന് വന്ന ഭാഷയാണ് മോഡേൺ ഗ്രീക്ക്. മോഡേൺ ഗ്രീക്ക് അറിയുന്നവർക്കെല്ലാം ഏൻഷ്യൻ ഗ്രീക്ക് അറിയണമെന്നില്ല, ഹെലനിക് ഗ്രീക്ക് അറിയണമെന്നില്ല. ജസ്റ്റ് ലൈക്ക് എ ഹിന്ദി സ്പീക്കിംഗ് പേഴ്സൺ നീഡ് നോട്ട് ഹാവ് എ ഡീപ്പ് നോളജ് ഇൻ അറബിക്, ഈവൻ ദോ അറബിക് അല്ല സാൻസ്ക്രിറ്റ്. ഹിന്ദി സംസാരിക്കുന്ന ഒരാൾക്ക് അത് സംസ്കൃതത്തിൽ നിന്ന് വന്നതാണെങ്കിലും സംസ്കൃതം അതുപോലെ അറിയണമെന്നില്ല, കുറച്ചൊക്കെ ഒരു ഫെമിലിയാരിറ്റി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ആധുനിക ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഹെലനിക് ഗ്രീക്ക് അങ്ങനെ അങ്ങോട്ട് വഴങ്ങണമെന്നില്ല. സോ ദ പോയിന്റ് ഇസ് ഹെലനിക് റെഫേഴ്സ് ടു ദി ക്ലാസിക്കൽ പീരിയഡ്, വളരെ പ്രാചീനമായ സംഭവം. ഈ പഴമ എന്ന് പറയുന്നത് ഒരു എന്തോ കുറച്ചൊരു പ്രത്യേക അവകാശങ്ങളൊക്കെ നൽകുന്ന ഒന്നായിട്ടാണ് കരുതിയിരുന്നത്. ടുഡേ വി ഡോണ്ട് കൺസിഡർ ലൈക്ക് ദാറ്റ്. Simply because something is old doesn't mean it is more valuable than the present. Simply because something is very new doesn't mean it is not important. So leveling has happened.
Arnold believed that a full apprehension of its virtues must be attained by a knowledge of its means a Hellenic learning of Greek and Latin, particularly Greek. Greek is very important in European culture. Greek is considered to be the earliest high culture, and Latin came after that. Greece declined and then Latin came up. So Latin original കരുതപ്പെട്ടിരുന്നത് ഗ്രീക്കാണ്. Must be attained by a knowledge of the best that has been said and thought in the world. So this is Matthew Arnold's word. The best that has been said and thought in the world by the free. അത് കൾച്ചർ ആൻഡ് ആനർക്കിയിലാണ് അദ്ദേഹം അത് പറയുന്നത്. ഈ സാഹിത്യത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് to record the best that has been said and thought in the world by the free play of the mind over the facts of life and by a sympathetic attitude towards all that is beautiful. അദ്ദേഹം ഈ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത സെൻറ്റൻസ് നോക്കാം. I have been trying to show that culture is or ought to be the study and pursuit of perfection, and that of perfection and pursued by culture, beauty and intelligence, or in other words, sweetness and light are the main character. This is the heart of the chapter you have to study. Sweetness and light എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. ഇതിനകത്തുള്ള പ്രശ്നം അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. I have to show that culture should be the study of perfection, and perfection, culture, that of perfection pursued by culture, beauty and intelligence, sweetness and light are the main characters. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും സ്വീറ്റ് ആയിരിക്കണം, ബ്രൈറ്റ്. സ്വീറ്റ്നെസ് refers to the beauty aspect, the aesthetic aspect of art. By beauty he refers to, by sweetness he refers to the aesthetic aspect of art, and light refers to the intellectual aspect of art. ബൗദ്ധികമായ അതായത് ഒരു ഉന്നമനം നൽകുന്ന നമ്മളെ കൾച്ചറലായിട്ട് എലിവേറ്റ് ചെയ്യുന്ന ആസ്പെക്റ്റിനാണ് അദ്ദേഹം ലൈറ്റ് എന്ന് പറയുന്നത്. മാധുര്യം എന്ന് പറയുന്നത് സാഹിത്യത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ ഘടകത്തെയാണ് പറയുന്നത്. So sweetness and light is the title of the first chapter of the book Culture and Anarchy. So you have to study the first chapter of Culture and Anarchy, and the title of the first chapter is Sweetness and Light. ഈ സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് എന്നുള്ള പ്രയോഗം മാത്യു ആർണോൾഡ് took from Jonathan Swift's Battle of the Books. Let me see, did you study Battle of the Books? I don't think so. Battle of the Books, you did not. Yeah, Jonathan Swift was an English writer. You would have heard about him. Gulliver's Travels എഴുതിയ മനുഷ്യൻ. He has written a small volume called Battle of the Books, in which he compares the ancientsും മോഡേൺസും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്നതായിട്ടാണ് അദ്ദേഹം അതിനകത്ത് സങ്കല്പിച്ചിരിക്കുന്നത്. It's a kind of a mock heroic book in which a battle occurs inside a library between books. പുസ്തകങ്ങൾ തമ്മിലുള്ള ഒരു വലിയ യുദ്ധമാണ്. ആരൊക്കെയാണ്? ഹോമറും അതുപോലുള്ള ക്ലാസിക് റൈറ്റേഴ്സും പിന്നെയുള്ള യങ് ന്യൂ മോഡേൺ റൈറ്റേഴ്സ് തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അതിനകത്ത് അവസാനം ക്ലാസിക്സ് ജയിക്കുന്നു എന്നാണ്. സോ ഹി കമ്പയർസ്, സ്വിഫ്റ്റ് ടോക്സ് അബൌട്ട് ക്ലാസിക്കൽ റൈറ്റേഴ്സ് ലൈക്ക് ഹെസിയർ ആൻഡ് ഹോമർ ആൻഡ് അതേഴ്സ് ആസ് ബീസ്. അവർ തേനീച്ചകളെ പോലെയാണ്. ആൻഡ് വാട്ട് ഡു ബീസ് ഡു? ബീസ് കളക്ട് ആൻഡ് കീപ് ഹണി ഇൻ ദർ ഹണികൂംസ്, തേന്, സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് ഓൾസോ. ബിക്കോസ് മെഴുക് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് കത്തിച്ചാൽ യു ഗെറ്റ് ലൈറ്റ്. അപ്പം തേനീച്ചകളെ പോലെ മധുരവും വെളിച്ചവും നൽകുന്ന ആൾക്കാരാണ് ഈ പ്രാചീന എഴുത്തുകാർ. ദാറ്റ് ഇസ് ദ ബേസിക് ഐഡിയ ദാറ്റ് ആർണോൾഡ് ഇസ് ട്രൈങ് ടു മേക്ക്. സോ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പെർഫെക്ഷൻ എന്നുള്ള വാക്ക് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വാക്കാണ്. ഇൻ മോഡേൺ ഡേയ്സ് വി ഡു നോട്ട് ടോക്ക് അബൌട്ട് പെർഫെക്ഷൻ ബിക്കോസ് പെർഫെക്ഷൻ ഇസ് നോട്ട് സംതിങ്, നോട്ട് എ ഗോൾ. പെർഫെക്ഷൻ ഇസ് നോട്ട് സംതിങ് അൺഅറ്റൈനബിൾ. ഈവൻ ദോ നമ്മൾ ഇൻഫോർമലായിട്ട് പെർഫെക്ഷനെ കുറിച്ച് പറയാമെങ്കിലും ഇൻ ഫിലോസോഫിക് ടേംസ്, ഇൻ സയൻറ്റിഫിക് ടേംസ്, യു കനോട്ട് ടോക്ക് അബൌട്ട് പെർഫെക്ഷൻ ബിക്കോസ് നത്തിങ് ഈസ് എവർ പെർഫെക്റ്റ്. So yeah, Arnold borrows Jonathan Swift's sweetness and light, expressing culture as a dynamic concept. Sweetness as a mature sense of beauty, aesthetic aspect. Light as the exercise of an alert and active intelligence. Remember that. Sweetness and light refers to the ancients, the classical writers. The qualities of sweetness refers to the aesthetic aspect, and light refers to the intelligence aspect.
although the overall expression of this belief reeks of Victorian high-mindedness, ഇത് ഒരു വിമർശന രൂപത്തിൽ എഴുതിയിരിക്കുന്നതാണ്. Arnold gave both purpose and direction to an articulate critique of industrial society. അപ്പോൾ ഇത് ആർണൾഡ് ലിവ്ഡ് ഇൻ ആർണൾഡ് ഇത് പറയുന്നതിന് കുറച്ച് പ്രസക്തിയുണ്ട്, വളരെ കാലികമായി വലിയ പ്രസക്തിയുള്ളൊരു കാര്യമാണ്. സോ ഈവൻ ദോ ഐ സെഡ് ദാറ്റ് നൺ ഓഫ് ദീസ് തിങ്സ് ടുഡേ ആർ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ദ ടൈം ഇറ്റ് വാസ് റിട്ടൺ ഇറ്റ് വാസ് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്, ബിക്കോസ് ഹി വാസ് ലിവിങ് ഇൻ എ ടൈം വെൻ ഡെമോക്രസി വാസ് സ്റ്റിൽ ഇൻ ഇറ്റ്സ് വാട്ട് ഷാൽ വി സേ ഇൻ ഇറ്റ്സ് ജുവനൈൽ സ്റ്റേജ്. അത് പ്രായപൂർത്തിയായിട്ടില്ല. ഡെമോക്രസി, സ്ത്രീകൾക്ക് അന്ന് വോട്ടവകാശം ഇല്ല. അല്ലാതെ തന്നെയും ഈ 3 ക്ലാസ്സസ് ഉള്ളതിൽ ഒരു ലോവർ ക്ലാസ് ആൾക്കാർക്ക് അന്നും വോട്ടവകാശം പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. അതാണ് റിഫോം ബില്ല് എന്നൊക്കെ പറഞ്ഞ, അതായത് ഫ്രാഞ്ചൈസിനെ കുറിച്ചൊക്കെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ട്. നിയമങ്ങളിൽ ഒരുപാട് ഉച്ചനീചത്വങ്ങളുണ്ട്. സോ മെനി ഇഷ്യൂസ് ദേ. അങ്ങനെയുള്ള ഒരു ധാരാളം പ്രശ്നങ്ങളുള്ള ഒരു സൊസൈറ്റിയിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ആ ബാക്ക്ഗ്രൗണ്ടിൽ this work is of great importance. That is why it is said it is an articulate critique of industrial society. നമ്മൾ യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെയൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ജെറമി ബെന്തം എന്ന് പറയുന്ന ഒരാളുടെ ഫിലോസഫിയാണ് അദ്ദേഹം. അതുപോലെ ആഡം സ്മിത്ത് എന്ന് പറയുന്ന ഇക്കണോമിക്സിൻ്റെ പിതാവും, ജോൺ സ്റ്റുവർട്ട് മിൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അക്കാലത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ വക്താക്കളായിരുന്നു. So they believed that utilitarianism എന്ന് പറയുന്ന philosophy believes that the end justifies the means. എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. So if you are able to create a lot of profit, then how you did it is not a problem. You can over-exploit people, you can employ children in the factories, you can do anything so long as you produce wealth. അങ്ങനെയൊക്കെ ഉള്ള ഒരു philosophy and utilitarianism, and there were many critics at that time. For example, Charles Dickens was a big heavy critic of the utilitarian philosophy of that days. His Hard Times, his Oliver Twist, Great Expectations, Martin Chuzzlewit, Little Doriot, Nicholas Nickleby, മിക്കവാറും എല്ലാം തന്നെ almost all the works of Hard Times of Charles Dickens criticized the excesses of industrial revolution of the days. And Arnold is also talking about the same situation. So ഇവിടെ high-mindedness എന്ന് പറയുന്നത് ഒരു വലിയ ഒരു what shall we say, a feeling that I am superior, that is there, the pedantic എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരവസ്ഥ. മാത്യു ആർണോൾഡ് generally has that. ഞാനൊരു വലിയ മറ്റുള്ളവരെക്കാളും അറിവുള്ള ഒരാളാണെന്നുള്ളൊരു ധാർഷ്ട്യം is there. But it is a very strong critique of industrial society of those days. Opposed to this exalted assertion of an ideal version of good life, there was the vulgarity, vigor, and vehemence of Victorian England at its zenith. Thus, Arnold argues, was a heedless and exuberant individualism, replete with prejudice, etc., that would lead to anarchy. അന്നത്തെ കാലത്ത് ഈ individualism was slowly emerging as a philosophy. In our country, it came only very recently. Individualism, where the rights of the individual, his what shall we say, inside ഒരു വ്യക്തി എന്ന നിലയിലുള്ള നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് പൊതുവെ പ്രത്യേകിച്ചും പഴയ സൊസൈറ്റീസിലൊന്നും അങ്ങനെയില്ല. ഇറ്റ്സ് എ കളക്റ്റീവ് എക്സിസ്റ്റൻസ്, കളക്റ്റീവ് ഓണർഷിപ്പ്, കളക്റ്റീവ് എക്സിസ്റ്റൻസ്, നമ്മുടെ കൂട്ടുകുടുംബം എന്നൊക്കെ പറഞ്ഞതിനകത്തെല്ലാം അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. ഒരാളുടെ കംഫർട്ട് എന്നുള്ളത്. പക്ഷെ അവിടെ നോക്കുമ്പോഴും ഒരു മൂപ്പൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടുകുടുംബത്തിലെ ആളുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്താ പറയുന്നത്, ആ കൂട്ടുകുടുംബത്തിലെ ഹെഡിന് എന്താ പറയും, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ, മറന്നുപോയി. എക്സാക്ട്ലി, കാരണവർ. നമ്മൾ ഒരു ജോയിന്റ് ഫാമിലിക്കകത്തുള്ള ഒരു കാരണവരോ അല്ലെങ്കിൽ ഒരു വലിയ കമ്മ്യൂണിറ്റിക്കകത്ത് ആ ഇതിൻ്റെ ഒരു ലീഡർ ആയിട്ട് നമ്മൾ മൂപ്പൻ എന്ന് പറയുന്ന ആൾക്കോ ഒക്കെ പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബാക്കി എല്ലാവരും ഒരു കളക്റ്റീവ് എക്സിസ്റ്റൻസ് നടത്തിയിരുന്നു. ബട്ട് വിത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ, വിത്ത് more wealth coming in and with more ideas of democracy spreading, the individualism was growing very fast, which is an important thing. ഇന്ന് നമുക്കറിയാം ഇൻഡിവിജ്വലിസത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മൾക്ക് ഒരുപാട് ചോയ്സസ് നമുക്ക് ഇന്നുണ്ട്. Maybe 1-2 generations before, people did not have even 1/10 of the choices that we have today.
സോ ആ ഒരു അവസ്ഥ അതിൽ ഇറ്റ് കംസ് വിത്ത് ഡെമോക്രസി ആൻഡ് എംപവർമെന്റ് എറ്റ്സെട്ര. അതിൻ്റെ ഒരു തുടക്കത്തെ അപകടമായിട്ടാണ് ആർണൾഡ് അവിടെ കാണുന്നത്. അത് നമ്മൾ ഒരു ഹിസ്റ്റോറിക്കായിട്ട് തന്നെ കണ്ടാൽ മതി. ഹി വാസ് വറീഡ് അബൌട്ട് ഇൻഡിവിജ്വലിസം. അതിനെ അദ്ദേഹം ഒരുതരം വിളിച്ചിരുന്നത്, വിൽ കം ടു ദാറ്റ്. ആർണൾഡ് ഡിവൈഡഡ് ഇംഗ്ലീഷ് സൊസൈറ്റി ഇൻറ്റു 3 ക്ലാസ്സസ്. അത് വളരെ രസകരമായ രീതിയിൽ അദ്ദേഹം ഡിവൈഡ് ചെയ്യാണ്. ബാവേറിയൻസ്, ഫിലിസ്റ്റൈൻസ് ആൻഡ് ദ പോപ്പുലസ്. ഇത് ഒരു അല്പം തമാശയായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. But still he divides the society into 3. And barbarians are the aristocratic class, Philistines are the middle class, and populace is the working class. നമ്മൾ Animal Farm ഒക്കെ വായിക്കുമ്പോൾ you will think about, you'll know about the different classes. അപ്പോൾ ഇന്നത്തെ ഇംഗ്ലണ്ടിലെ സോഷ്യൽ വ്യവസ്ഥിതി ഇങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് അങ്ങനെ അല്ലല്ലോ. ഇന്ന് നമ്മൾ അപ്പർ കാസ്റ്റ് ആണോ ലോവർ കാസ്റ്റ് ബേസിലല്ലല്ലോ, ഇക്കണോമിക് ആയിട്ടുള്ള ആൾക്കാരുടെ അധിക സ്ട്രെങ്ത് വെച്ചിട്ടാണ് സൊസൈറ്റിയിലെ ആൾക്കാർ വലിയ വീട് വയ്ക്കുകയോ വലിയ കാറ് വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ യുവർ ദി ഫാമിലി ഇൻ ടു വിച്ച് യു ആർ ബോൺ. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. നിങ്ങൾക്ക് വെർട്ടിക്കൽ മൊബിലിറ്റി വാസ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ. നിങ്ങൾ ഒരു പ്രത്യേക ജാതിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു അപ്പർ കാസ്റ്റ് ആളുടെ പൊസിഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. ദാറ്റ് ഇസ് കോൾഡ് യുവർ ഈസ് ഇറ്റ് കോൾഡ് വെർട്ടിക്കൽ മൊബിലിറ്റി ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ ഒരു ലെവലിൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഇറ്റ് വാസ് ദ സെയിം ഇൻ ഇംഗ്ലണ്ട് ഓൾസോ. ഇറ്റ് വാസ് വെർ ദി ക്ലാസ് ഡിസ്റ്റിങ്ഷൻ വാസ് വെരി ക്ലിയർ. അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ലെവലുണ്ട്. യു ഹാവ് ദി ആദ്യകാലങ്ങളിൽ ഇറ്റ് വാസ് ദ അരിസ്റ്റോക്രാറ്റ്സ് വർ ദേർ, ദെൻ ദ ക്ലർജി വർ ദേർ, ആൻഡ് ദെൻ you had the working class people who formed more than 80%. Aristocrats, now there will be a few levels, very high aristocrats and medium level aristocrats. അങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു വർക്കിംഗ് ക്ലാസ് പേഴ്സൺ ക്യാൻ നെവർ എവർ മൂവ് ടു ദി അരിസ്റ്റോക്രാറ്റിക് റിംഗ്. ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും ഒരു വർക്കിംഗ് ക്ലാസ് പേഴ്സൺ മൂവ് ചെയ്യാൻ പറ്റില്ല. ടുഡേ വി ക്യാൻ. ഇന്ന് നമ്മൾ ഈ സൊസൈറ്റി, ഇന്ത്യ ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും, ഇറ്റ് ഇസ് നോട്ട് ഡിസൈൻഡ് അക്കോർഡിംഗ് ടു എനി ക്ലാസ് ഡിസ്റ്റിങ്ഷൻ. ഇഫ് യു ഹാവ് മണി and if you are lucky, you can move and occupy any space that is occupied by anybody else, even though we still have the remnants of caste system. കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ അവിടെ ഇവിടെ എല്ലാം ഉണ്ടെങ്കിലും, by and large, today we are not that much restrained by the society into which you are born. കാസ്റ്റും ഒക്കെ നമുക്ക് അങ്ങനെ വലിയൊരു, അറ്റ്ലീസ്റ്റ് കേരളം പോലത്തൊരു ഭാഗത്തെങ്കിലും അല്ല, മറ്റ് പല സ്ഥലങ്ങളിൽ ഇപ്പോഴും വളരെയധികം പ്രശ്നങ്ങളുണ്ട്. So in England also, when Arnold was writing this, there was 3 very clear classes. ഈ അരിസ്റ്റോക്രാറ്റ്സും ഇടയ്ക്ക് ഒരു ക്ലർജി എന്ന് പറഞ്ഞ ക്ലാസ്സും, ആൻഡ് മൂന്നാമത് ഒരു ക്ലാസ് വർക്കിംഗ് ക്ലാസ് ഫോംഡ് 85%, ആൻഡ് ദെൻ ദ റെസ്റ്റ് ആണ്, ബാക്കിയാണ് ക്ലർജിയും അരിസ്റ്റോക്രാറ്റ്സും ഉണ്ടായിരുന്നത് പണ്ട്. പക്ഷെ ദെൻ ബിഗിനിങ് അബൌട്ട് 17th century എ ന്യൂ മിഡിൽ ക്ലാസ് ബിഗാൻ ടു റൈസ്. അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ക്ലാസ്, അതിനെയാണ് നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പർ ക്ലാസ് പോലെ ലോവർ ക്ലാസ് അല്ല. മുമ്പ് അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിഡിൽ ക്ലാസ് റോൾ അവരെങ്ങനെ വന്നു വെച്ചാൽ, ത്രൂ ട്രേഡ് ആൻഡ് വർക്ക് ഇൻ ദ കോളനീസ് ആൻഡ് ജിയോഗ്രാഫിക്കൽ എക്സ്പ്ലോറേഷൻസ് ആൻഡ് ഓൾ ദാറ്റ്. കുറെ കഴിഞ്ഞിട്ട് കോളനികളിൽ നിന്നുള്ള സ്വത്തെല്ലാം വെച്ച് ദേ ബിക്കം ഓൺട്രപ്രനേഴ്സ് ആൻഡ് ദേ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ടറീസ്. So who built the factories? Aristocrats alla factories built either. Aristocrats did not have that much money. This money was today with the middle class people. Who are the middle class people? They were originally lower class people. മുമ്പ് ഞാൻ പറഞ്ഞ 85% വന്നിരുന്ന ഒരിക്കലും വെർട്ടിക്കൽ മൊബിലിറ്റി പോസിബിൾ അല്ലായിരുന്ന ആൾക്കാരുടെ നിന്നും മറ്റ് കോളനികളിൽ പോയി, ഇന്ത്യയിലോ വെസ്റ്റ് ഇൻഡീസിലോ ചൈനയിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ, ചൈനയിൽ കോളനികളില്ല, ആഫ്രിക്കയിലോ ഒക്കെ പോയി ചൂഷണം ചെയ്ത് അവിടെ നിന്നുള്ള വെൽത്ത് കൊണ്ടുവന്നിട്ട് സമ്പന്നരായ ഒരു വർഗം. They became the middle class. And the middle class people had a big say in politics also. അന്ന് they were the people with money. ആ മിഡിൽ ക്ലാസ് എന്നുള്ള വാക്കിന് ഫ്രഞ്ച് വാക്കാണ് ബോർഷ്വാ. അങ്ങനെയാണ് ഈ ബോർഷ്വാ എന്നുള്ള വാക്കിന് ഇത്രയും പ്രചാരം വന്നത്. ബോർഷ്വാ പീപ്പിൾ വേർ ദ മിഡിൽ ക്ലാസ് പീപ്പിൾ. ബോർഷ്വാ പീപ്പിൾ ഹാഡ് മണി. ദ ബോർഷ്വാ പീപ്പിൾ കൺസ്ട്രക്റ്റഡ് ഫാക്ടറീസ് ആൻഡ് അവർ മുതലാളിമാരായി. ഈ ബോർഷ്വാ എന്നുള്ള വാക്കിന് മുതലാളി എന്നുള്ള അർത്ഥം വരാൻ കാരണം അതാണ്. They became the owners. And what was the problem? എന്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് ഒരു നെഗറ്റീവ് ലേബൽ വരാൻ കാരണം? Because in the early days, in the 18th century, 19th century, early part of 20th century, the bourgeois class who had the money, who were the capitalist people, exploited the workers a lot.
ആൻഡ് മെനി മൂവ്മെന്റ്സ് കെയിം. സോഷ്യലിസം എന്ന് പറഞ്ഞ ആശയമൊക്കെ അതിനകത്തുനിന്ന് പ്രബലപ്പെട്ട് വന്നതാണ്. ഈ വർക്ക് കൂടുതൽ അവകാശങ്ങൾ തൊഴിലാളികൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി. കേരളത്തിലൊക്കെ അതിൻ്റെ ചരിത്രം വളരെയധികം ഉണ്ട്. സോ ദാറ്റ് മൂവ്മെന്റ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ചില ആൾക്കാരെ ബോർഷ്വാസി എന്ന് വിളിക്കുന്നത്. നമ്മൾ ചില വിശ്വാസങ്ങളില്ലാത്ത, വിശ്വാസ പ്രമാണത്തിനകത്തൊന്നും വരാത്ത ആൾക്കാരെല്ലാം പൊതുവെ അങ്ങ് ബോർഷ്വ എന്ന് വിളിക്കും. പക്ഷെ വി മസ്റ്റ് നോ ദാറ്റ് ദ വേർഡ് ബോർഷ്വ ഒറിജിനലി meant middle class in French, and middle class people had money, and they were the people who had money to invest in industries, and they became the capitalists. അപ്പോൾ നമ്മൾ ഒരാളെ ബോർഷ്വ എന്ന് വിളിക്കുമ്പോൾ മുതലാളി എന്നാണ് എൻ്റെ അർത്ഥം. ക്യാപിറ്റലിസ്റ്റ് ആണ്, കുത്തക മുതലാളി എന്നാണ്, അയാളുടെ കാശുള്ള ആളാണ്, അയാൾ ചൂഷണം ചെയ്യുന്ന ആളാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ സോഷ്യലിസം മാർക്സിസം ഒക്കെ വളർന്നു വന്നപ്പോൾ അതിനകത്ത് അവരുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് പൊതുവെ അവിടെ ലേബലായിട്ടൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഇസ് ദ വേ വേർഡ്സിന്റെ മീനിങ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് വരുന്നത് അങ്ങനെയാണ്. ഇൻ ദി ഇനിഷ്യൽ ഡേയ്സ് when Matthew Arnold was talking about the middle class in English, the word bourgeois meant middle class. But Arnold wouldn't use that because it is a French word, and that word came into currency a lot because of Karl Marx and Friedrich Engels talking about the bourgeois people. So here you have the middle class people who were becoming a very prominent community, and Arnold called the middle class people Philistines, and the aristocrats are called barbarians. ഇതൊന്നും അയാൾ അല്പം പരിഹസിച്ച് വിളിക്കുന്നതാണ്, അല്ലാതെ അവരാരും ബാർബേറിയൻസ് ആണെന്ന് വിചാരിച്ചിട്ടല്ല. ഈ ഫിലിസ്റ്റൈൻ എന്നുള്ള വാക്ക് മാത്യു ആർണോൾഡിനെ സംബന്ധിച്ചോളം ഒരുപാട് പ്രാധാന്യമുണ്ട്. ഫിലിസ്റ്റൈൻസ് were actually a community mentioned in the Old Testament. In the Old Testament of the Bible, there's a reference to Philistines as a group of people who are very uncouth and unrefined people. And Arnold very conveniently uses that word with the people of England. The majority of the people, the middle class people, they are not the majority, people with great authority. Majority working class ആണ് എപ്പോഴും. The middle class people, he calls them Philistines. And the aristocratic people are called barbarians. അദ്ദേഹം അങ്ങനെയാണ് ഈ 3 ക്ലാസ്സിനെ വിളിക്കുന്നത്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അതില്ല, സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് വരുന്ന ചാപ്റ്ററിൽ. പക്ഷെ നിങ്ങൾ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. The barbarians or aristocracy have a superficial sweetness and light, but they are too concerned with the maintenance and enjoyment of their privileges to attain a true sense of beauty and true liberation of thought. A true sense of beauty, true liberation of thought, etc. Are words which are kind of expressions today we will not be able to appreciate. The barbarians had the passion for field sports as of the passion for asserting one's personal liberty, the care of the barbarians for the body and for all the manly exercises, the chivalry of the barbarians with its characteristics of high spirit, choice, manners, etc. What is this but the politeness of our aristocratic class? He is saying that the barbarian class are only worried about their physical comforts. So they are happy with maintaining their name and maintaining their physical comfort, and they move in their circles, so they are not doing right. അപ്പോൾ അദ്ദേഹം ആ സൊസൈറ്റിയെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. They are only bothered about maintaining their aristocracy. Philistines or middle class are devoted to money making. Materialism ഒരു വലിയ ബാധയായിട്ട് ആർണോൾഡ് കാണുന്നു. And many other writers of the time saw materialism as a big issue. What is materialism? ഭൗതികവാദം, കാശുണ്ടാക്കുക, എന്ത് ചൂഷണത്തിലൂടെയും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഫിലോസഫി, which was advocated, as I said, by Bentham and Adam Smith and others. Devoted to money making and a narrow form of religion, they are indifferent to or hostile to beauty. They are the enemy of the children of light or the servants of the idea. ഈ മിഡിൽ ക്ലാസ് ആൾക്കാരെ, if you I would recommend you read Charles Dickens's Hard Times. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ മിഡിൽ ക്ലാസ് ആൾക്കാരെ വിമർശിക്കുന്നത് കാണാം. Where the people who are hostile to beauty, ഡിക്കൻസിന്റെ പല വർക്കുകളിലും അതുണ്ട്. അദ്ദേഹത്തിന്റെ ക്രിസ്മസ് കാരൽ എന്ന് പറഞ്ഞൊരു അധികം ദൈർഘ്യമില്ലാത്തൊരു നോവലിലും യു ഹാവ് എ ക്യാരക്ടർ അങ്കിൾ സ്ക്രൂജ് എന്ന് പറയുന്നൊരു മനുഷ്യൻ. അദ്ദേഹം ഇങ്ങനെ വളരെ കാർക്കശ്യത്തോടെ ക്രിസ്മസിന് തലേദിവസം പോലും അയാളുടെ അവിടെയുള്ള ആൾക്കാരെ വൈകി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. ഹി ഡസൻറ്റ് സീ എനി ഹാപ്പിനെസ് ഇൻ ലൈഫ്. ഹിസ് കൺസേൺ ഇസ് ഓൺലി അബൌട്ട് വർക്ക് and making money and keeping the bank balance very high, keeping the profits very high. അങ്ങനെ രൂക്ഷമായിട്ട് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ
ചാൾസ് ഡിക്കൻസ് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ഇൻ ഹാർഡ് ടൈംസ്, പ്രത്യേകിച്ച് ഹാർഡ് ടൈംസിൽ വളരെയധികം ഈ ഒരു വിഷയമാണ് ഡീൽ ചെയ്യുന്നത്. ക്രിറ്റിസൈസിങ് ദി വാട്ട് മാത്യു ആർണോൾഡ് ഹിയർ കോൾസ് ഫിലിസ്റ്റിനിസം. അദ്ദേഹം ഫിലിസ്റ്റിനിസം എന്ന് പറയുന്നതിന് ചാൾസ് ഡിക്കൻസ് ആ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ രീതിയിൽ, അദ്ദേഹത്തിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു രീതിയിൽ ഹി പ്രസൻസ് ഇൻ ഹിസ് നോവൽസ്. അക്കാലത്ത് വർക്ക് ഹൗസസ് എന്ന് പറഞ്ഞ് പാവപ്പെട്ട ആൾക്കാർക്ക് താമസിക്കാൻ തോന്നിയിട്ടുള്ള സ്ഥലങ്ങൾ, വർക്ക് ഹൗസസ്, പിന്നെ ഈ ജയിലുകളുടെ അവസ്ഥ, ഇതൊക്കെ വളരെ വളരെ പരിതാപകരമായിരുന്നു. അതെല്ലാം അതിനെക്കുറിച്ചെല്ലാം മാത്യു ആർണോൾഡിൻ്റെ ചാൾസ് ഡിക്കൻസിൻ്റെ പിക്വിക് പേപ്പേഴ്സിനകത്തും ഒലിവർ ട്വിസ്റ്റിലും ഒക്കെ നമുക്കത് കാണാം. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം when you write an essay on the time, you can bring all these things. ഇപ്പോൾ ഈ നിങ്ങൾക്കൊരു ജനറൽ എസ്സേ പേപ്പർ വരുമ്പോൾ ഈ വിക്ടോറിയൻ ഇതിനകത്ത് ചോദിക്കുകയാണെങ്കിൽ അതിൽ പൊതുവായിട്ട് പറയുമ്പോൾ യു ക്യാൻ ക്രോസ് റിഫർ, യു ക്യാൻ റിഫർ ടു ആർണോൾഡ്, യു ക്യാൻ റിഫർ ടു അതർ റൈറ്റേഴ്സ്. ഈ ജനറൽ ആയിട്ടുള്ളൊരു പറയുന്ന ഒരു റീഡിങ് അവിടെ വളരെയധികം സഹായകമാകും. So that is yes, so we have here പിന്നെ മൂന്നാമത്തെ കാറ്റഗറി which becomes the rowdy populace are violent in their prejudices and brutal in their pleasures. ഒരു അനിമൽ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. So he says that they are the rowdy എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റൗഡി എന്നുള്ള വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ അത്ര യോജിക്കില്ല. ബിക്കോസ് we have മലയാളത്തിൽ നമ്മൾ റൗഡി എന്ന് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല ഇംഗ്ലീഷിൽ ശരിക്കും ഇംഗ്ലണ്ടിൽ അവർ പറയുന്നത്. അല്പം ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള എന്നുള്ളൊരു അർത്ഥമാണുള്ളത്. ഫോർ എക്സാമ്പിൾ ഇൻ ഇംഗ്ലണ്ട് പലതരത്തിലുള്ള പബ്സ് ഉണ്ടെന്ന് പറയും. ദി ടോക്ക് അബൌട്ട് പബ്സ്, വളരെ എലീറ്റ് ആയിട്ടുള്ള പബ്സ് ഉണ്ട്. ആൻഡ് ദെയർ ആർ ഓൾസോ റൗഡി പബ്സ്. റൗഡി പബ്സ് ആർ വെയർ പീപ്പിൾ മേക്ക് എ ലോട്ട് ഓഫ് നോയ്സ് ആൻഡ് അട്ടഹാസവും ബഹളവും, അവസാനം വേണമെങ്കിൽ വഴക്കുണ്ടാക്കി ആരെങ്കിലും പിടിച്ച് പുറത്തോട്ട് തള്ളയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലത്തിന് റൗഡി എന്ന് പറയും. And in England, for example, they would say, so don't go out late in the night on Saturdays. The streets may be a bit rowdy. എന്നൊക്കെ പറയും. ഈ ആൾക്കാർ ശനിയാഴ്ച രാത്രി എന്ന് പറയുമ്പോൾ മദ്യപിച്ചിട്ടൊക്കെ റോഡിൽ കൂടെ ഒരു ബോധമില്ലാതെയൊക്കെ ചിലപ്പോൾ നടക്കുമെന്നൊക്കെ ഉള്ള അർത്ഥം. നമ്മുടെ സ്ട്രീറ്റ്സ് പലപ്പോഴും അല്ലെങ്കിൽ തന്നെ റൗഡിയാണ്. സോ വി ആർ നോട്ട് ന്യൂ ടു ദാറ്റ്. ഇപ്പോൾ റൗഡി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു ഗുണ്ട എന്നൊന്നുമല്ല, അലങ്കോലമായിട്ട് പെരുമാറുന്ന, അച്ചടക്കമില്ലാത്ത എന്നുള്ള അർത്ഥമാണ്. ഫൈനലി ദ റൗഡി പോപ്പുലസ്, the three categories: aristocrats are called barbarians, the middle class are called philistines, and the populace എന്ന് പറയുന്നത് പൊതുജനം എന്നുള്ള അർത്ഥം. ആൻഡ് അവരാണെങ്കിൽ they have their prejudices, they are brutal in their pleasures, refinement ഇല്ലാത്ത ആൾക്കാർ അവരും. And all the three groups are agreed that doing as one likes is the chief end of man, and all are satisfied. That is what Arnold says. അവരെല്ലാം തോന്നുന്ന പോലെ ആർബിട്രറി ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് പോകുന്നു. Arnold feels that the English middle class is still dominated by Puritanism, despising art. ഈ Puritanism ആർണോൾഡ് പറയുന്നത്, ആർണോൾഡ് വാസ് എ പ്രൊട്ടസ്റ്റന്റ്. ഇംഗ്ലണ്ടിലെ മിക്കവാറും എല്ലാവരും പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു. ആൻഡ് Puritans are extreme kind of Protestants. കാത്തലിക്സിൽ നിന്നും പ്രൊട്ടസ്റ്റൻസ് വേർതിരിഞ്ഞപ്പോൾ അല്പം കൂടെ ഒരു കുറച്ചുകൂടെ മുമ്പോട്ട് പോയ ആൾക്കാരാണ് Puritans, who were a big nuisance at many points in history of England. അപ്പം ഈ മിഡിൽ ക്ലാസ് ഹാഡ് എ ഹൈ ലെവൽ ഓഫ് പ്യൂരിറ്റാനിസം സ്റ്റിൽ. അതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ദ മിഡിൽ ക്ലാസ് പീപ്പിൾ ഹാഡ് ദെയർ ഓൺ കോംപ്ലിക്കേറ്റഡ് മോറൽ സിസ്റ്റം. അതൊരു തരം അതിനകത്തൊരു ഒരു ഹിപ്പോക്രസിയും ഉണ്ട്, എങ്കിലും ഒരു ഹൈ മോറൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആൾക്കാരാണ്. സോ കോൾഡ് മോറൽ സ്റ്റാൻഡേർഡ്സ് വെരി ഹൈ ഫോർ ദി പീപ്പിൾ. അപ്പോൾ ഈ പ്യൂരിറ്റാനിസം എന്ന് പറയുന്നത് it's a kind of extreme religion, Christianity, where people closely followed the Bible. അവർ പല വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മോറൽ കോഡൊക്കെ ഫോളോ ചെയ്തിരുന്ന ആൾക്കാരാണ്. ആൻഡ് ഇറ്റ് ഇസ് ദീസ് പ്യൂരിറ്റൻസ് who went and established colonies in America in the 17th century and 18th century and 18th and 19th centuries. And അമേരിക്കയിലെ ആദ്യത്തെ വലിയൊരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ പ്യൂരിറ്റാനിക്കൽ പോപ്പുലേഷനായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് അമേരിക്കയിലെ ഈ വിച്ച് ഹണ്ടിനെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നത്. നഥാനിയൽ, നമുക്ക് അമേരിക്കൻ ലിറ്ററേച്ചർ പഠിക്കാനില്ലാത്തൊരു നഷ്ടമാണ്. നഥാനിയൽ ഹോത്തോണിൻ്റെ ആ ബുക്കിൻ്റെ പേര്, സ്കാർലറ്റ് ലെറ്റർ ഒക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണ്, പ്യൂരിറ്റാനിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ദെൻ ലേറ്റർ ഓൺ ബൈ 19th century
so many people migrated to America and it became very mixed. So today America has lost its puritanical quality. But there was a time when America was predominantly puritanical in its outlook because from England, large groups of Puritans went and settled in America. Initially at America, settled ചെയ്ത ആൾക്കാർ ഈ Puritans ആയിരുന്നു 18ാം നൂറ്റാണ്ടിൽ. That history, or here Arnold says that middle class people are dominated by Puritanism. He doesn't appreciate that. So he believes that we need to revive the best of Hellenism. Arnold want to bring sweetness and light to the English middle class, and he would overcome the unthinking individualism of all classes by developing the idea of right reason embodied in the state. So this is basically what Arnold says. I'll also quickly run through the material you have. അത് ഒന്ന് ഫെമിലിയർ ആകാൻ വേണ്ടി ഓടിച്ചൊന്ന് നോക്കി വിട്ടേക്കാം. In your Victorian age study material, in page number 241, you have വളരെ നല്ല സ്റ്റഡി മെറ്റീരിയൽ ആണ്. You have that introduction to culture and anarchy, chapter 1, sweetness and light ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ പേര്. അതിൽ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വായിച്ചു പോകാം. English people have a habit of using the term in a disapproving sense. The word culture നെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. അത് ഇംഗ്ലണ്ടിൽ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നു. Then he later says, he cautions that there is another view of culture in which the sheer desire to see things as they are, natural and proper in an intelligent being, appears to be the ground. അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന term. Culture is the study of perfection എന്നാണ് ആർണോൾഡ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് സെൻട്രൽ ആയിട്ടുള്ള ചില നോഷൻസ് ഉണ്ട്. ഒന്ന്, culture is a study of perfection. And the great aim of culture is to ascertain what perfection is and to make it prevail. The function of culture is to ascertain what perfection is and then make that perfect form prevail. Perfection as culture conceives it is not possible while the individual remains isolated. Individual is obliged to carry others along him in his march towards perfection. These are all his ideas. In your study material, this is based on the essay. അപ്പോൾ essay വായിക്കണമെന്നില്ല, അതിന് വളരെ ഭംഗിയായിട്ട് ഇതിനകത്ത് ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട് in simpler words. But the aspirations of culture, which is a study of perfection, will not be satisfied unless what men say is worth saying, has good in it and more good than bad. ഇതൊക്കെ ചുമ്മാ കാണാൻ പിടിച്ച് വെക്കാവുന്നുള്ളതല്ല, അതിനകത്ത് വലിയ അർത്ഥമൊന്നും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇല്ല. And he talks about beauty and intelligence, battle of the books-ൽ നിന്ന്. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ അദ്ദേഹം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞ് പോകുന്നത്. ഈ ബാർബേറിയൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും അതിനകത്തില്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. But you can bring that in when you write about about Arnold. Arnold argues that the immense spiritual significance of the Greeks is due to their having been inspired with the central and happy idea of the essential character of human perfection. അദ്ദേഹത്തിന് വിശ്വാസമാണ്. Culture is of like spirit with poetry എന്ന് വെച്ചാൽ കവിത പോലെയാണ് കൾച്ചർ. is similar to poetry. Poetry ആണ് മാത്യു ആർണോൾഡിനെ സംബന്ധിച്ചുള്ള ഏറ്റവും മഹത്തായ ഒരു സൃഷ്ടി. In study of poetry, he makes a list of several lines from classical writings, and he says these are touchstones. So culture shows a single-minded love of perfection and make reason and will of God prevail. അങ്ങനെ അത് പറഞ്ഞു പോകുന്നു. And this is there for your study. And അതിനകത്ത് ഡിഫിക്കൽട്ട് വേർഡ്സും ആൾക്കാരുടെ പേരും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് in your study material. So that is generally about Matthew Arnold. I'll stop Matthew Arnold here and I will move to the next person. I talked about രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർക്കുന്നത് in another
day when I think in on my very first class I told you about the decadent ആയിട്ടുള്ള അവസ്ഥയെക്കുറിച്ച്, ഡെക്കഡൻസ് എന്നൊരു മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നു. In the end of the 19th century, you had such a thing happening in Europe, which was very different from the typical Victorian situation, very different from the philosophy of Matthew Arnold, where there were a group of people who led a very peculiar kind of life of total indulgence. മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉപയോഗിക്കുകയും ചുറ്റും ധാരാളം ധനം ഇങ്ങനെ വിനിയോഗിക്കുകയും filling, making very colorful and beautiful paintings, filling their houses with flowers of exotic nature. അങ്ങനെ ഒരു തരം എല്ലാ ഇന്ദ്രിയങ്ങളെയും വല്ലാതെ ഇങ്ങനെ മടുക്കുന്ന ലെവലിലേക്ക് പരിപോഷിപ്പിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. പർട്ടിക്കുലർലി ഇൻ ഫ്രാൻസ് പല ആൾക്കാരും, ഫ്രഞ്ച് ആൾക്കാരാണ് കൂടുതലും ഉള്ളത് ആ കൂട്ടത്തിൽ. In England, we generally talk about only one person as belonging to that kind of decadence, and that is Oscar Wilde. Oscar Wilde ഒരു പ്രാധാന്യം അതാണ്. അത് ആ ഡെക്കഡൻസിൻ്റെ ഒരാളായിരുന്നു. And he lived a very luxurious life. He spent much more than he could afford. അദ്ദേഹത്തിൻ്റെ ഈ മുറിയിൽ ഈ പറഞ്ഞ പോലത്തെ പുഷ്പങ്ങൾക്ക് വേണ്ടിയിട്ടും മുറി അലങ്കരിക്കുന്നതിനൊക്കെ ഒരുപാട് പൈസ ചിലവാക്കുന്നു, അമിതമായി മദ്യപിച്ചിരുന്നു. അങ്ങനെ ഒരു എല്ലാ തരത്തിലും ഇങ്ങനെ ജീവിതത്തെ ആസ്വദിച്ച് ഇൻഡൾജ് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു ഓസ്കർ. അത് അന്നത്തെ ഒരു ഫിലോസഫിയുടെ പുറത്താണ് അവരത് ചെയ്തിരുന്നത്. ആൻഡ് ഓസ്കർ വൈൽഡ് വാസ് ഓൾസോ ലൈക്ക് ദാറ്റ്, പാർട്ട്ലി ഫിലോസഫി, പാർട്ട്ലി ഹിസ് ക്യാരക്ടർ. ആൻഡ് ഇറ്റ് വാസ് വെരി വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു കഥയും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ. He is remembered today for some short stories he wrote. He is remembered for a novel that he wrote, Picture of Dorian Gray, and a couple of plays like the Lady Windermere's Fan. So the Canterville Ghost. Endo? Canterville Ghost. Yes, you have read that. Interesting. Yes. Yes. ചെറുകഥ അല്ലേ? No, it's a play, I think. Canterville Ghost, is it a play or short story alle? We'll find out. അതൊരു വളരെ അമ്യൂസിംഗ് ആയിട്ടുള്ള കഥകളൊക്കെ I have a confusion because I read it in when I was 12th standard. Yes. Canterville Ghost ഒരു ഷോർട്ട് സ്റ്റോറി ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു വീട്ടിലെ ആൾക്കാർ വരുമ്പോൾ ഒരു ഭൂതം ഉണ്ടായിരിക്കുന്നതും ഒക്കെ അല്ലേ? Yes. ഷോർട്ട് സ്റ്റോറി. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ലിറ്റിൽ സ്റ്റോറി. അപ്പൊ ഇതുപോലെ ക്വർക്കി ആയിട്ടുള്ള കഥകളൊക്കെ എഴുതുന്നത് വൈൽഡിന്റെ ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വേറൊരു രസമുള്ള കഥ സിലസ്റ്റിയൽ ഓംനിബസ് എന്നൊരു കഥ അദ്ദേഹത്തിന്റെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഉള്ള ആളായിരുന്നു. ആൻഡ് ഹി ഹാഡ് an excellent sense of humor. And perhaps the play that we remember a lot whenever he's mentioned is The Importance of Being Earnest. അതാണ് നമുക്ക് പഠിക്കാനുള്ള നാടകം, The Importance of Being Earnest. So talking about Wilde, ഞാൻ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഡെക്കഡൻസ് പറഞ്ഞു, ശീലങ്ങൾ, ആൻഡ് അതിലോട്ട് ഞാൻ തിരിച്ചു വരാം. Then another thing is that what was I was going to say? വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇംഗ്ലീഷ് നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ we talk about William Shakespeare and a lot of plays at that time. Not only Shakespeare, many others were writing at that time. You had the University Wits writing. After Shakespeare, you had Webster and Ben Jonson and so many people writing. അതൊരു വലിയ നാടകത്തിൻ്റെ യുഗമായിരുന്നു. And after that, for a long time in England, there was no serious plays written. You had Milton writing Samson Agonistes, which is more of a play meant to be read. And then there was a silence for a long time. പക്ഷെ ആ സമയത്തൊക്കെ നാടകമുണ്ട്, നശിച്ചൊന്നും പോയിട്ടില്ല. പക്ഷെ നമ്മൾ ഓർക്കുന്ന നാടകങ്ങളില്ല. You had, for example, the comedies of manners, which happened after the Restoration in when was that? 1660. അത് റെസ്റ്റോറേഷൻ നാടകം എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. അതിനെ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയും. Highly artificial plays about aristocratic life with a lot of intrigues and lot of love affairs, extramarital, premarital, എല്ലാം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള വൾഗാരിറ്റി ഒക്കെ ഒരുപാടുള്ള നാടകങ്ങളുടെ ഒരു യുഗം ഉണ്ടായിരുന്നു. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി 17th century there was
a transformation into another kind of drama which is called the sentimental drama. നേരെ തിരിഞ്ഞു. ഈ വൾഗാരിറ്റി ഒക്കെ പോയിട്ട് സെന്റിമെന്റൽ ആയിട്ടുള്ള നാടകങ്ങൾ വന്നു. വളരെ എല്ലാം കരച്ചിലും പിഴിച്ചിലും ഒക്കെ നമ്മുടെ ഇന്നത്തെ സീരിയലുകൾ പോലത്തെ നാടകങ്ങൾ. ആഫ്റ്റർ ദാറ്റ് അഗെയിൻ ഡ്രാമ ഓൾമോസ്റ്റ് ഡൈഡ് ഔട്ട്. പിന്നെ നമ്മൾ ഈ പീരീഡിലെല്ലാം നമ്മൾ ആകെ ഓർക്കുന്ന നാടകങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. ഒലിവർ ഗോൾഡ്സ്മിത്തിൻ്റെയും WB ഷെറിഡൻ്റെയും ഒക്കെ നാടകങ്ങളാണ്. ദേ വർ ഓൾസോ റിട്ടൺ ഇൻ ദി സ്റ്റൈൽ ഓഫ് comedy of manners, but after that again there was a long period of non-dramatic age. എല്ലാ കാലത്തും നാടകങ്ങൾ, ഷേക്സ്പിയർ നാടകങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റേജ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ there were not much dramatic production which stood the test of time. റൊമാൻറ്റിക് പീരീഡിൽ ഫോർ എക്സാമ്പിൾ ഷെല്ലിയുടെ ചെഞ്ചി എന്നൊരു നാടകം ഉണ്ടായിരുന്നു, പോയറ്റിക് ഡ്രാമ, വിച്ച് ഇസ് ഹാർഡ്ലി റിമെമ്പേർഡ്. ആൻഡ് അങ്ങനെ ആ ഒരു ലോങ് 2-3 നൂറ്റാണ്ടത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു ശ്രദ്ധേയനായ നാടകകൃത്ത് വരുന്നത് 19ാം നൂറ്റാണ്ടിൽ ഓസ്കർ വൈൽഡോടെയാണ്. അദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ച് തൊട്ടടുത്ത് ബെർണാഡ് ഷോ വരുന്നുണ്ട്. പിന്നെ വീണ്ടും നാടകത്തിൻ്റെ റിവൈവലും കാര്യങ്ങളൊക്കെ 20th സെഞ്ചുറിയിലോട്ട് നമ്മൾ പോകും. വിത്ത് T.S. Eliot, വിത്ത് സോ മെനി അതർ പീപ്പിൾ, J.M. Singh, all those writers. Now, that is another importance of Oscar Wilde. After a long silence in English, in English literary history, you have a dramatist coming. അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ പ്രത്യേകത എന്താണ്? It is in the comedy of manner style, aristocratic life, intrigues, highly artificial ആണ്. അതാണ് വേറെ വലിയൊരു പ്രത്യേകത. ഈ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന നാടകങ്ങളെല്ലാം ഷേക്സ്പിയറിൻ്റെയും 2 Gentlemen of Verona-ക്കൊക്കെ ആ ചുവയുണ്ടെന്ന് പറയും. ഹൈലി ആർട്ടിഫിഷ്യൽ. അതൊരു പഴയ ഒരു എന്താണ് റോമൻ ടെറൻസിൻ്റെയും ഒക്കെ പ്ലോട്ടസ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ സ്റ്റൈലിൽ എഴുതപ്പെട്ടിട്ടുള്ള നാടകങ്ങളാണ്. ആർട്ടിഫിഷ്യൽ ഡയലോഗ്, ഭയങ്കര ചിരി വരുന്ന ഡയലോഗ്. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ആണ് ഒരു മനുഷ്യൻ പറയുന്നുണ്ട്. ഏതോ ഒരു ലേഡിയെ അയാൾക്ക് ഇഷ്ടമല്ല. ദ റീസൺ ഇസ് ദാറ്റ് ഷീ കണ്ടിന്യൂസ്ലി ഫ്ലേർട്സ് വിത്ത് ഹെർ ഓൺ ഹസ്ബൻഡ് എന്നാണ്. അതാണ് അയാൾക്ക് ഇഷ്ടപ്പെടാത്തത്. ഷീ കണ്ടിന്യൂസ്ലി ഫ്ലേർട്സ് വിത്ത് ഹെർ ഓൺ ഹസ്ബൻഡ്. ആൻഡ് ദെൻ ഹി ഗോസ് ഓൺ ടു സേ ദാറ്റ് ദി നമ്പർ ഓഫ് വിമൻ ഇൻ ദി സൊസൈറ്റി ഹു ആർ ഫ്ലേർട്ടിംഗ് വിത്ത് ദെയർ ഹസ്ബൻഡ്സ് ഇസ് ഇൻക്രീസിങ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് സാധാരണ കേൾക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലെങ്കിലും വളരെ കൗതുകം തോന്നുന്ന ഒരു തരം ഹ്യൂമർ. ദാറ്റ് ഇസ് വാട്ട് ഹി ഡ്വെൽസ് ഇൻ. ആൻഡ് അനദർ പാർട്ട് ഹി സേസ് ഇൻ മാരീഡ് ലൈഫ് 3 is company and 2 is none. ഇങ്ങനെ ഒരുപാട് ഡയലോഗിനകത്തുള്ള ബ്രില്യൻസ്, ദ ബ്രില്യൻറ്റ് വിറ്റ്, ഈ പറഞ്ഞ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഇൻ വൺ പാർട്ട് a lady in importance of being ആണ് സിസിലി കാർഡിയോ ആണെന്ന് പറയുന്നുണ്ട്. ഐ വിൽ വെയിറ്റ് ഫോർ യു ഓൾ മൈ ലൈഫ് ഇഫ് യു ആർ നോട്ട് ടു ലോങ്. വേഗം വരണം, ഞാൻ ജീവിതകാലം മുഴുവൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കും, പക്ഷെ അധികം വൈകരുതെന്ന്. അപ്പം ഇത്തരത്തിലുള്ള ആൻറ്റിതെറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർന്നിട്ട് ദാറ്റ് ഇസ് വൺ. ഈ ബ്രില്യൻസ് ആണ് മോർ വരുന്നത്. അതിനകത്ത് ആ കഥയ്ക്കകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് കോമഡി ഓഫ് മാനേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദ പ്ലോട്ട് വിൽ ബി കോംപ്ലെക്സ്. നമ്മുടെ ബോയിങ് എന്നുള്ള സിനിമയിലുള്ള പോലത്തെ അതൊരു കോമഡി ഓഫ് മാനേഴ്സ് ആണെന്ന് പറയാം. ഈ വെരി കൺഫ്യൂസിങ് പ്ലോട്ട്. നമുക്ക് തന്നെ ഒരു നിശ്ചയമില്ല ഇയാൾ ആരെയൊക്കെയാണ് ഏതൊക്കെ മുറിക്കകത്താണ് അടച്ചു വെച്ചിരിക്കുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് വിൽ ബി ദെയർ in comedies of manners. And so the importance of Oscar Wilde, one importance is that he revived that kind of drama. അതേ ശ്രദ്ധേയനായ ലേഡി വിൻഡമിയേഴ്സ് ഫാനൊക്കെ ഞാൻ പറഞ്ഞു. നാടകം റിവൈവ് ചെയ്യുന്നതിനൊരു പ്രധാന പങ്കുണ്ടായിരുന്നു. നാടകം എക്കാലത്ത് ഉണ്ടായിരുന്നു, പക്ഷെ പുതിയ നാടകങ്ങൾ, ചരിത്രത്തിൻ്റെ ടെസ്റ്റ് ഓഫ് ടൈം സ്റ്റാൻഡ് ചെയ്ത നാടകങ്ങൾ ഇല്ലായിരുന്നു. ആഫ്റ്റർ മേ ബി ഷെറിഡൻ്റെ കാലത്തിന് ശേഷം പിന്നെ ഒരു 1.5 നൂറ്റാണ്ട് കഴിഞ്ഞ് വരുന്ന അദ്ദേഹം. ദാറ്റ് ഇസ് വൺ ഇമ്പോർട്ടൻസ് ഓഫ് ഓസ്കർ വൈൽഡ്. ഡെക്കഡൻസിൻ്റെ പ്രതിനിധിയാണ്. ഹി റിവൈവ്ഡ് കൈൻഡ് ഓഫ് ഡ്രാമ ആൻഡ് ഹി വാസ് വൺ ഓഫ് ദി ലേറ്റ് വിക്ടോറിയൻസ്. ആൻഡ് ഹിസ് ലൈഫ് വാസ് ട്രാജിക് എന്ന് പറയാൻ കാരണം അവസാനം ഹി വാസ് അറസ്റ്റഡ് and he was sent to prison for homosexuality, and he had a very difficult time in the prison. And because I told you in those days the workhouses, the prisons were all very miserable places, and he became very sick. And after he came out of the prison, he lived a very pathetic life for some years, and he died a miserable man. രോഗമൊക്കെ ബാധിച്ചിങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു കാലത്ത് ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് ജീവിക്കുകയും പിന്നെ നരകിച്ച് മരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ഓസ്കർ വൈൽഡ്. സോ ആൻഡ് ആഫ്റ്റർ ഹി വാസ് റിലീസ് ഫ്രം പ്രിസൺ, ഹി റോട്ട് വൺ ബുക്ക്, എന്താണ് റീഡിങ് ബാലഡ്സ് ഓഫ് ദി റീഡിങ് ജയിൽ എന്നാണ് അതിൻ്റെ പേര്. റീഡിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജയിലിലാണ് അദ്ദേഹം 2ാം പകുതി അദ്ദേഹത്തിൻ്റെ ജയിൽവാസം 3 വർഷത്തേക്ക് മറ്റായിരുന്നു. കഠിന ഹാർഡ് ലേബ് എന്താണ് പറയുന്നത്,
റിഗറസ് ഇംപ്രിസൺമെന്റ് ആയിരുന്നു, ജോലിയൊക്കെ ചെയ്യണം. സോ ഇൻ ദി സെക്കൻഡ് ഹാഫ് യു സ്പെൻഡ് ഇൻ റീഡിംഗ് ജയിൽ. അപ്പോൾ ബാലൻസ് ഓഫ് റീഡിംഗ് ജയിൽ എന്നൊരു പുസ്തകം അവസാന കാലത്ത് അത് എഴുതി. അപ്പോൾ അത് ആ ഒരു തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഗ്ലാമറും and the affluence and the big spending that he was making and all that അവസാനത്തെ ജീവിതം കഷ്ടമായിരുന്നു. അതിൽ വേറെ വലിയ കൗതുകം വെച്ചാൽ അദ്ദേഹം ജയിലിൽ പോയ ആ കുറ്റം എന്ന് പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റിയാണ്. അവസാനം അയാൾക്ക് അദ്ദേഹത്തെ കുറ്റം വിധിക്കാനുണ്ടായിരുന്ന കാരണം ടുഡേ ഇറ്റ് ഇസ് നോട്ട് കൺസിഡർഡ് എ ക്രൈം. സോ 20 കുറേയധികം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അയാൾ ജീവിച്ചിരുന്നത്. ഇവിടെ ലിവ് വെരി ഗ്ലാമറസ്ലി, ലൈക്ക് മേ ബി എൽവിസ് പ്രീസ്ലിയെ പോലെയോ, അല്ലെങ്കിൽ നമ്മുടെ ഈ മനുഷ്യനുണ്ടല്ലോ മൈക്കിൾ ജാക്സൺ, അതുപോലെ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടൊക്കെ ജീവിച്ചേനെ. ദോ മൈക്കിൾ ജാക്സൺ ഹാഡ് എ ട്രാജിക് എൻഡ്. അപ്പോൾ അതൊക്കെയാണ് ഈ കൾച്ചറൽ ആയിട്ട് നമ്മൾ പറയുമ്പം അതിനൊരു റെലവൻസ് ഉണ്ട്. ദ കൈൻഡ് ഓഫ് മിസ്ഫോർച്യൂൺ ദാറ്റ് ഹി ഹാഡ് വാസ് he lived in that time which was not ready for that. It's not I'm not talking about homosexuality. I'm talking about the way of life he led, which was very different from the models that were followed at that time. And this man was so funny and so arrogantly funny that America at the customs he was asked, have you anything to declare? അങ്ങനെ ചോദിക്കുമല്ലോ, നിങ്ങൾ എന്തെങ്കിലും കസ്റ്റം ഡ്യൂട്ടി കൊടുക്കാനുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ ബാഗിനകത്ത് എന്നാണ് അർത്ഥം. ഐ ഹാവ് നത്തിങ് ടു ഡിക്ലെയർ ബട്ട് മൈ ജീനിയസ് എന്ന് പറഞ്ഞ വിദ്വാനാണ്. എനിക്ക് എൻ്റെ ജീനിയസ് മാത്രമേ ടാക്സബിൾ ആയിട്ടുള്ളൂ, വേറൊന്നും ഇല്ലാന്ന്. സോ അങ്ങനെ ഒരു ഭയങ്കര ഫ്ലാംബോയിന്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വാസ്. ദാറ്റ് ഫ്ലാംബോയൻസ് ഈസ് വിസിബിൾ ഇൻ ഹിസ് drama also. And the drama you have to study is the importance of being earnest. Where is that? അത് നമുക്ക് ഞാനത് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ എം ഓൺലി ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യു ആൻഡ് ഐ എം ആസ്കിങ് യു ടു ലേൺ ഇറ്റ് ഓൺ യുവർ ഓൺ, വിച്ച് ഐ ഹാവ് ക്രിയേറ്റഡ് എ തിങ് ഫോർ ദാറ്റ്. ഞാൻ നിങ്ങളുടെ ടെലിഗ്രാം അക്കൗണ്ടിൽ ഐ ഹാവ് ഷെയർഡ് ലിങ്ക് ടു ദിസ് പേജ്. ദിസ് പേജ് ഇസ് BBC ലേണിംഗ് ഇംഗ്ലീഷ്. അതിനകത്ത് ഈ പേജ് ഓപ്പൺ ആവും നിങ്ങളത് ക്ലിക്ക് ചെയ്യുമ്പോൾ. അതിനകത്ത് യു വിൽ ഫൈൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് പാർട്ട് 1. അതിൽ ഒരു ഷോർട്ട് ഓഡിയോ ഉണ്ട് ആൻഡ് ദി മാറ്റർ ഇസ് ഓൾസോ റിട്ടൺ ഹിയർ. അപ്പം നിങ്ങൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാനിപ്പോൾ പറയാം. അതിനുശേഷം യു ആർ ഗോയിങ് ടു ലിസൺ. ഇത് പ്രസ് ചെയ്ത് ലിസൺ ചെയ്യും നിങ്ങളുടെ സൗകര്യത്തിന്, നോട്ട് ടുഡേ. ആൻഡ് ആസ് യു ലിസൺ യു ക്യാൻ ലുക്ക് അറ്റ് ദി ലൈൻസ്. അപ്പോൾ അത് ഒരു ലിസണിങ് പ്രാക്ടീസ് ആവും. നാടകമാണ്, നാടകീയതയും ഉണ്ടാവും. ആൻഡ് യു വിൽ ഓൾസോ ബി റീഡിങ് ഇറ്റ്. അങ്ങനെയാണ് നിങ്ങളത് ചെയ്യാൻ പോകുന്നത്. ഇത് 10 പാർട്ടായിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ പ്ലേ വായിക്കണം. സോ ദിസ് ഈസ് എ ഫൺ വേ ഓഫ് റീഡിങ് ഇറ്റ്. അത് ഒന്ന് കേട്ട് കഴിയുമ്പോൾ യു കാൻ സ്ക്രോൾ ഡൗൺ ആൻഡ് പ്ലേ ദി സെക്കൻഡ് പാർട്ട് ആൻഡ് ദെൻ തേർഡ് പാർട്ട്. അങ്ങനെ ഓരോന്നും 5-6 മിനിറ്റ് ദൈർഘ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് പാടണമെന്ന് വിചാരിക്കേണ്ട. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. യു വിൽ എൻജോയ് ഇറ്റ്. അപ്പോൾ അത് ആ കഥ അങ്ങനെ വായിച്ച് അത് മനസ്സിലാക്കണം. ബിഫോർ ദാറ്റ് മേ ബി ഇറ്റ് വിൽ ബി ഗുഡ് ഇഫ് യു വോണ്ട് ടു ഇടയ്ക്ക് വേണമെങ്കിൽ പോയിട്ട് അതിൻ്റെ സമ്മറിയൊക്കെ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് കഥ വായിക്കുമ്പോൾ. ചിലർ അവസാനത്തെ പേജ് ആദ്യം വായിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതിലൊന്നും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഐ വോണ്ട് യു ടു ഹാവ് ഫൺ ആൻഡ് അറ്റ് ദ സെയിം ടൈം റീഡ് ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് വളരെ വളരെ ഫണി ആയിട്ടുള്ളൊരു പ്ലേ. അതിന് എനിക്ക് വേണമെങ്കിൽ ഒരു പ്ലേ തന്നെ ഷെയർ ചെയ്യാമായിരുന്നു. ബട്ട് ഐ ഡിസൈഡഡ് നോട്ട് ടു ഡു ദാറ്റ്. നല്ല വേർഷൻസ് ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ബട്ട് ദിസ് ഇസ് ബിക്കോസ് ഇറ്റ്സ് ഫോർ ഡീറ്റെയിൽ സ്റ്റഡി. You need to look at it word by word. So this is the best way of doing it. Okay, let me look at the other. This is there in the link on the Telegram channel. Our Telegram channel, ഞാൻ 3 movies ലേക്കുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഒരു മൂവി അങ്ങനെ ഇട്ടിട്ടുണ്ട്. Because I couldn't find the free version in YouTube. I copied that movie as such. ജയ് നായർ. അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ, ഈ വീക്കെൻഡിൽ 2 ദിവസം നിങ്ങൾക്ക് ക്ലാസ് വെച്ചിട്ടില്ല. യു ക്യാൻ ആ സമയം കൊണ്ട് അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ when I deal with those, ഒരുപാട് ദൈർഘ്യമായിട്ടൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യില്ല. when I discuss that it will be much easier for you. നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ പറ്റും. Ideally you should be reading Wuthering Heights and Tale of Two Cities, ജയ് നായരും മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജും ഒക്കെ വായിക്കണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം. ട്രൈ ടു ഡു ദാറ്റ്. ഇനി വായിച്ചാലും മതി, ക്ലാസ് കഴിഞ്ഞിട്ട് വായിച്ചാലും മതി, ആഫ്റ്റർ ദ കോൺടാക്ട് സെഷൻസ് ഓവർ. ബട്ട് ഫോർ ദ ക്ലാസ് പർപ്പസ്
I would at least watch that movie. Maximum 2 മണിക്കൂറാണ് ഒരു മൂവിയുടെ ദൈർഘ്യമുള്ളത്. വലിയ പ്രയോജനം ഉണ്ടാവും when you prepare for your exam and even otherwise. അതൊരു വളരെ നല്ല റിച്ച് എക്സ്പീരിയൻസ് ആണ്. All these movies are well taken. ഒരുപാട് വേർഷൻസ് അതിനകത്ത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ചില വേർഷൻസ് ആണ് ഇട്ടിട്ടുള്ളത്. Some of the best renderings of those plays, novels. ഇത് ഒരു നാടകമാണ്, ആ നാലെണ്ണവും നോവൽസ് ആണ്. Okay, now I'm going to look at ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾ ഒന്ന് പരിചയപ്പെട്ടു പോകാം. I told you this is a comedy of manners, life of upper class people, highly artificial. There is no element of realism there. There is a man named Jack Worthing. Oscar Wilde was facing litigation. അയാൾ കുറച്ച് നാൾ ഒന്ന് മാറി നിന്ന ഒരു സംഭവമുണ്ട് ബിക്കോസ് ഓഫ് ഇഷ്യൂസ് ഇൻ ദി സിറ്റി വേ ഹി വാസ് ലിവിങ്. അങ്ങനെ മാറിപ്പോയി താമസിച്ച ഒരു സ്ഥലമാണ് ഈ വേർതിങ്. വേർതിങ് ഈസ് ഇൻ ദ സദേൺ പാർട്ട് ഓഫ് ഇംഗ്ലണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വെച്ച് എഴുതിയ ആ ആൾക്ക് ആ പേരിട്ട് കൊടുത്തത്, ജാക്ക് വേർതിങ്. Jack Worthing is a person who lives in the country, but who frequently is a very rich man, an aristocratic rich man, who goes to the city and has a lot of fun. അങ്ങനത്തെ ഒരാളാണ് ജാക്ക് വേർതിങ്. ജാക്ക് വേർതിങ് has an assumed name and that name is Ernest. അത് ഈ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർണസ്റ്റ് എന്തുകൊണ്ട് പറയുന്നു എന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. So after listening and reading you will find it out. Study material ഉണ്ട്. I am not going to say that right now. Jack Worthing എന്നൊരു കഥാപാത്രം is a very young man who is from the country, who, as the story begins, he is found in the city. ലണ്ടൻ സിറ്റിയിൽ അദ്ദേഹം ഈ ആൽജനൻ എന്ന് പറയുന്ന വീട്ടിലാണ് അദ്ദേഹത്തെ നമ്മൾ ആദ്യം കാണുന്നത്. ആൽജനൻ മോൺക്രീഫ് ഈസ് ഹിസ് ഫ്രണ്ട്, ഈസ് എ യങ് ജെന്റിൽമാൻ ഫ്രം ലണ്ടൻ. അദ്ദേഹം ലേഡി ബ്രാക്നൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അനന്തരവനാണ്. സോ യു ഹാവ് ദീസ് നെവ്യൂസ് ആൻഡ് പീപ്പിൾ. ടിപ്പിക്കൽ ആയിട്ടുള്ള കുറേ കഥാപാത്രങ്ങൾ കാണും. നാട്ടിൻപുറത്തുള്ള ഒരാൾ പട്ടണത്തിൽ വന്ന് പെരുമാറുന്നതും പട്ടണത്തിൽ നിന്ന് നാട്ടിൻപുറത്ത് പോയി പെരുമാറുന്നതും ആൻഡ് ഹ്യൂമർ പോസിബിലിറ്റീസ് ദാറ്റ് അറൈസ് ഫ്രം ദാറ്റ് all are typical of comedies of manners. Algernon Moncrief is a friend of Jack Worthing and he is the nephew of Lady Bracknell. Lady Bracknell is again a typical kind of middle-aged woman in a we saw such a woman in The Rivals, for example. Lady Bracknell. Lady Bracknell's daughter is Gwendolyn Fairfax. So Lady Bracknell's daughter is Gwendolyn Fairfax. Algernon is in love with, Jack Worthing is in love with Gwendolyn Fairfax. Algernon സുഹൃത്താണ് ജാക്ക്. ജാക്കിന്റെ ആൽജനന്റെ ആന്റിയാണ് ബ്രാക്നലിന്റെ മകളാണ് ഗ്വെൻഡലിൻ. ജാക്ക് വേർതിങ്ങിന്റെ കാമുകിയാണ് ഗ്വെൻഡലിൻ. ഇപ്പൊ തന്നെ ആവശ്യത്തിന് കോംപ്ലിക്കേഷൻ ആയി. ദാറ്റ്സ് എ essential as മനഃപൂർവ്വം കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചേക്കുന്നതാണ്. ആൻഡ് സിസിലി കാർഡ്യൂ ഈസ് ദ വാർഡ് ഓഫ് ജാക്ക് വേർതിങ്. ജാക്ക് വേർതിങ് ഐ തിങ്ക് ഇസ് എ മാൻ ഇൻ ഹിസ് 25-26 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വാർഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ധനവാനായ ഒരു മനുഷ്യനാണ്. വാസ്തവത്തിൽ ജാക്ക് വേർതിങ് ഒരു ഓർഫനാണ്. പക്ഷെ അയാളെ ഒരു പണക്കാരനായ മനുഷ്യൻ ദത്തെടുത്ത് അയാളുടെ മകനാക്കി വളർത്തിയതുകൊണ്ട് ഹി ഈസ് എ ലോർഡ് പോലത്തെ ഒരാളാണ്. ആൻഡ് ഇൻ ദി എൻഡ് വി ഫൈൻഡ് ഔട്ട് ദർ ഇസ് എ സർപ്രൈസ് revelation of who he actually is. Okay, Lady Bracknell, Gwendolyn Fairfax, ഉച്ചാരണങ്ങൾ നോക്കണം. Algernon Moncrief, Gwendolyn Fairfax, Lady Bracknell. Cicely Cardew is a young lady, a ward of Jack Worthing. Ward എന്ന പഴയ ഒരു കോൺസെപ്റ്റ് ആണ്, ഗാർഡിയൻ വാർഡ് റിലേഷൻഷിപ്പ്. കല്യാണം കഴിയുന്നത് വരെ അയാളുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായം വരെ അയാളുടെ സംരക്ഷണയിലായിരിക്കും. We have seen such situations in the play The Rivals also, you will remember. Cicely Cardew. So, and Artham, Cicely Cardew is under the control of Jack Worthing. Jack Worthing can decide whom she will marry, etc. Algernon Moncrief is in love with Cicely Cardew. ഈ ലവ് എന്നൊക്കെ പറയുന്നത് അവർ പരിചയപ്പെട്ടൊന്നും ലവ് ചെയ്യുന്നതല്ല. അതൊക്കെ വളരെ കൗതുകരമായ ടിപ്പിക്കലി വൈൽഡിയൻ കൈൻഡ് ഓഫ് ലവ് ആണ്. അങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞ ഉടൻ തന്നെ he decides to love her and this girl is in love with a person whom she has never seen, who doesn't even exist. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മിസ് പ്രിസം ഈസ് സിസിലീസ് ഗവർണസ്. ഗവർണസ് എന്ന് പറഞ്ഞാൽ അവളുടെ
വേലക്കാരി എന്നുള്ള വാക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാർഡാണ് ഗവർണൻസ്. ഗവർണൻസ് ടേക്സ് കെയർ ഓഫ് ദി ചിൽഡ്രൻ ആൻഡ് ദേ ടീച്ച് ദം. ഒരു പാർട്ട്ലി ടീച്ചറാണ്, പാർട്ട്ലി വേലക്കാരിയാണ്, അങ്ങനത്തെ ഒരു കഥാപാത്രം. ഞാൻ മുമ്പ് പറഞ്ഞു, ഈ 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ജോലികൾ വളരെ കുറവായിരുന്നു. വൺ വാസ് ടു ബിക്കം എ സീംസ്ട്രസ്, തുന്നൽക്കാരിയാകുക, അല്ലെങ്കിൽ ഗവർണൻസ് ആകുക. ടൈറ്റാനിക് എന്നുള്ള മൂവിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെന്നറിയില്ല, when the girl refuses to marry the rich man, her mother says, your mother will become a seamstress if you don't marry that rich man എന്നുള്ളൊരു ഡയലോഗ് ഉണ്ട്. though it is early 20th century, ആ ഒരു കാലഘട്ടം അങ്ങനെയാണ്. സ്ത്രീകൾക്ക് വേറെ ജോലികളൊന്നും ഓപ്പൺ ആയിരുന്നില്ല. വിമൻ were still very much under bondage and governess was one job, one respectable job that was offered. അപ്പോൾ നിങ്ങൾ വെതറിംഗ് ഹൈറ്റ്സ് പഠിക്കുമ്പോഴും, അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല, ഒന്നും പഠനമല്ല, ഇതെല്ലാം ആസ്വാദനമായിട്ടാണ് ഞാൻ കാണുന്നത്. വെതറിംഗ് ഹൈറ്റ്സ് നോക്കുമ്പോഴും ജെയിൻ നായർ നോക്കുമ്പോഴും ഒക്കെ ഈ സ്ത്രീകളുടെ ജോലിയുടെ കാര്യം വരും. ഈ ബിക്കംസ് എ ഗവർണസ് ജോലി പലരും സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ട്യൂട്ടർ എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. Then there is another character named Reverend Canon Chasuble. അതൊരു വേർദിങ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു പുരോഹിതനാണ്, പാരിഷ് പ്രീസ്റ്റ്. Then Lane എന്നൊരു മനുഷ്യനുണ്ട്, Algernon's butler. In the beginning you find Algernon and Lane having a conversation. ജാക്കിൻ്റെ ഒരു സെർവൻ ഉണ്ട്, മെറിമൻ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ these are the characters. അപ്പോൾ the important characters ജാക്ക് വേർദിങ്, ആൽജനൻ, ഗ്വെൻഡലൻ, ലേഡി ബ്രാക്നൽ ആൻഡ് സിസിലി കാർട്യൂ. ബാക്കിയുള്ളവരൊക്കെ മൈനർ കഥാപാത്രങ്ങളാണ്. So these are the important characters. And all the intrigues and all the events that take place through their interaction ആണ് ആ നാടകത്തിലുള്ളത്. Plot summary ഇവിടെ ഉണ്ട്, but I'm not going to read that. You have to discover it on your own. So that is how you are going to learn this. Yes. So is there any ഇനി നമ്മൾ നാളെ what happens tomorrow? Tomorrow you will have another session by Dr. Rajendran. He will do 4 sessions for you, through which he will cover all the portions of literary theory. Literary theory കുറച്ച് എക്സലൻ്റ് ആയിട്ടുള്ള ഈ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട പോലെ നമുക്ക് ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിട്ടുള്ള somehow they are the best in India also. അജയകുമാർ സാറാണെങ്കിലും രാജേന്ദ്രൻ സാറാണെങ്കിലും ഹരികൃഷ്ണ സാർ, ഇവരൊക്കെ they are top people in theory. അവരുടെ ലെക്ചേഴ്സ് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അത് വിച്ച് ഐ ഹാവ് ഷെയർഡ് വിത്ത് യു ഇൻ ദാറ്റ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നോക്കണം. അതിന് പുറമെ രാജേന്ദ്രൻ സാറിൻ്റെ ക്ലാസ് ഉണ്ടാവും, വിച്ച് വിൽ ഓൾസോ ഡയറക്ട്ലി ഡിസ്കസ് ദി ലെസൺസ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും അക്കാര്യത്തിൽ നിങ്ങൾക്ക് വരില്ല ആ പേപ്പറിൻ്റെ കാര്യത്തിൽ. ആൻഡ് ഐ പ്ലാൻ ടു ഡീൽ വിത്ത് വിക്ടോറിയൻ ഏജ് ആൻഡ് 20th century literature. 20th century wasteland, I have made 2 very clear videos which I may not discuss much. നിങ്ങളത് വീഡിയോ കാണുകയും അതിനകത്ത് പഠിക്കാവുന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. വേർഡ്സും അതിൽ തന്നെ ഉണ്ട്. അത് ശ്രദ്ധയോട് നോക്കി ഇരുന്നാൽ മാത്രം മതി. ചെറിയ സ്ക്രീനുള്ള ഫോണൊക്കെ ആണെങ്കിൽ യു ക്യാൻ ഹാവ് യുവർ ടെക്സ്റ്റ് ബുക്ക് സെപ്പറേറ്റ്ലി ആൻഡ് ലിസൺ ടു ഇറ്റ്, ബിക്കോസ് ഇറ്റ്സ് എ വെരി ക്ലിയർലി ഡൺ. 2 മണിക്കൂറോളം ഉള്ള 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു റിപ്പീറ്റ്. നിങ്ങൾക്ക് പലപ്പോഴും നേരെ കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമല്ല. വിച്ച് യു വിൽ ലിസൺ ആൻഡ് സ്റ്റഡി. അത് ഞാൻ സ്ട്രക്ചർ ചെയ്ത് പറയാം. ബാക്കി കാര്യങ്ങൾ വി വിൽ ലിസൺ, വി വിൽ ഹാവ് ക്ലാസ്സസ്. So that is all. If there are any questions you would like to ask, we will address them now. And for your information, Canterville Ghost is as you can see it here, is a humorous short story. It was good. So shall we conclude? Yes, sir. Yes. So good night to everybody. Have a nice lunch, dinner. Good night, sir. Have a good night's sleep. Thank you, sir. Good night, sir. Bye bye. Thank you, sir. Good night, sir.